സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളോടൊപ്പം നിങ്ങൾ ഒരുപാട് സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലിനെ കുറിച്ച് എളിയവനായ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നതു മാത്രമാണ്. അതിലൂടെ നമുക്ക് റസൂലിനോട് സ്നേഹം തോന്നാൻ കാരണമായെങ്കിൽ, അതിലൂടെ നമുക്ക് റസൂലിനോട് ഇഷ്ടം തോന്നാൻ കാരണമായെങ്കിൽ, അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയെങ്കിലും ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രചോദനം നമുക്ക് ലഭിച്ചെങ്കിൽ, അതിലൂടെ നമ്മുടെ തലമുറകളിൽ വരുന്ന മക്കൾക്ക് സ്നേഹത്തിന്റെ പാഠം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ, ഈ സദസ്സും ഇത് സംഘടിപ്പിച്ചവരും ധന്യരായി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യവും ഒരു മുസ്ലിം നിർബന്ധമായും പറയുന്നുണ്ട് റസൂലിന്റെ പേര്. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ, മുഅ്മിനായി ജീവിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമുക്ക് നിത്യജീവിതത്തിൽ പറഞ്ഞേ മതിയാവൂ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ സകല വിപ്ലവകാരികളിൽ നിന്നും നവോത്ഥാന നായകരിൽ നിന്നും വ്യത്യസ്തമാകുന്നുണ്ട്. പലപ്പോഴും വേദനയോടെയാണ് അത്തരം പരാമർശങ്ങൾ കണ്ടു നിൽക്കാറുള്ളത്. ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് മഹാമനീഷികളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ചേർത്തു വെക്കുന്നത് കാണുമ്പോൾ വേദന തോന്നിപ്പോകാറുണ്ട്. കാരണം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മാർക്സോ എംഗൽസോ പോലെയല്ല. തന്റെ ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം 10-30ഓളം വർഷങ്ങൾ ഈ സ്റ്റേജിന്റെ 4-1 മാത്രം വരുന്ന ഒരു ചെറിയ ജയിലറയിലെ ചെറിയ ഒരു റൂമിനകത്ത് ചെലവഴിച്ച് ഒരു രാജ്യത്തിന്റെ പാവപ്പെട്ട കറുത്ത വർഗക്കാരായിരുന്ന ഒരു വിഭാഗത്തിന് മോചനം നേടിക്കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും അദ്ദേഹം മരിച്ചപ്പോൾ ലോകം മുഴുവനും 20-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ എന്ന് വാഴ്ത്തുകയും ചെയ്ത ഒരു നെൽസൺ മണ്ടേലയെ പോലെ പോലും പറയാൻ ചേർത്തുവെക്കാൻ, എന്റെ പ്രവാചകനെ പറയാൻ എനിക്ക് ആഗ്രഹമില്ല, സാധിക്കുകയുമില്ല. ലോകത്ത് അങ്ങനെ ഒരുപാട് പരിഷ്കർത്താക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോഴും, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലത്തെ ലോകത്തെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ശാസ്ത്രകാരന്മാരുടെ പേര് പറയുമ്പോഴും, അമേരിക്ക പോലത്തെ വലിയ രാജ്യങ്ങളിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയോ അബ്രഹാം ലിങ്കന്റെയോ ഒക്കെ പേര് പറയുമ്പോഴും, ലോകത്ത് തൊഴിലാളി വിമോചനത്തിന്റെ പേരിലും അതുപോലെ തന്നെ ലോകത്തെ ഒരുപാട് തരത്തിലുള്ള ഭരണമാറ്റങ്ങൾക്ക് വിധേയമാക്കിയ മാർക്സിന്റെയോ കാറൽ മാർക്സിന്റെയോ എംഗൽസിന്റെയോ ഒക്കെ പേര് പറയുമ്പോഴും, അതേപോലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ, അതുപോലെ മാറ്റം കൊണ്ടുവന്ന ഒരാൾ എന്ന രീതിയിൽ, അതുപോലെ ജനങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരാൾ എന്ന രീതിയിൽ, അടിമ വിമോചകൻ എന്ന രീതിയിൽ, ഒരു സ്ത്രീ വിമോചകൻ എന്ന രീതിയിൽ, തൊഴിലാളി വിമോചകൻ എന്ന രീതിയിൽ കേവലമായ ഒരു ടൈറ്റിൽ കൊടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ഒരിക്കലും മനസ്സനുവദിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് പരിഷ്കർത്താക്കളുടെ കൂടെ നമ്മൾ റസൂലിനെ ചേർത്ത് വെക്കരുത്. അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിലെ അക്ബർ അഹമ്മദ് എന്ന് പറയുന്ന അമേരിക്കയിലെ പാകിസ്ഥാനി അംബാസഡറായിരുന്ന ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം എഴുത്തുകാരിൽ പ്രമുഖനായിരിക്കുന്ന അക്ബർ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഡിസ്കവറി ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ഓക്ലഹോമ സിറ്റിയിലെ ഓക്ലഹോമ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകളോട് മുന്നിലിരിക്കുന്ന യൂറോപ്യൻ വേഷം ധരിച്ച ക്ലീൻ ഷേവ് ചെയ്ത പാൻസും സ്യൂട്ടും ധരിച്ച ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഹു ഈസ് മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പലതിനും വേണ്ടി അമേരിക്കയിലേക്ക് നോക്കുമ്പോഴും ഓക്ലഹോമ യൂണിവേഴ്സിറ്റിയിലെ ആ ഓഡിറ്റോറിയത്തിൽ പാശ്ചാത്യ വേഷം ധരിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് എഴുന്നേറ്റ് നിന്ന ആ മനുഷ്യൻ ആരാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബി എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പേര് പറയാൻ കഴിയാതെ മനസ്സിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ആ വലിയ ജ്വാല പുറത്തേക്കൊഴുകി കരഞ്ഞ് നബിയെക്കുറിച്ച് എന്റെ പ്രവാചകനാണെന്ന് പോലും പറയാൻ കഴിയാതെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടി കരഞ്ഞുപോയ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെ പോലെ നമുക്ക് റസൂലിനെ പ്രണയിക്കാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കരയാൻ നമുക്ക് സാധിക്കുന്നില്ല. സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു സഹാബ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ആളുകളെ വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു അത്രേ, നിങ്ങൾ നിങ്ങളുടെ കണ്ണൊന്ന് എനിക്ക് കാണിച്ചു തരൂ, ഞാൻ ആ കണ്ണുകളിലൊന്ന് ചുംബിക്കട്ടെ. നിങ്ങൾ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലിനെ കണ്ട കണ്ണുകളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അത്രേ സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു. മഹാന്മാരായ സഹാബത്ത് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ ഒന്ന് ഓർക്കുമ്പോഴേക്ക്, അവിടുത്തെ പേരുകൾ പരാമർശിക്കുമ്പോഴേക്ക് കരയുമ്പോഴുമായിരുന്നു അത്രേ ആ പ്രണയത്തിന്റെ തീവ്രത കാരണം. യമനിൽ തന്റെ ഉമ്മയെ സേവനം ചെയ്യാൻ, ഉമ്മാക്ക് സേവനം ചെയ്യാൻ താൻ കടപ്പെട്ടത് കാരണം ഒരിക്കൽ പോലും മദീനയിൽ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ പോയി ഒന്ന് നേരിട്ട് ആ പ്രവാചകന്റെ വദനമൊന്ന് ദർശിക്കാൻ, സഹാബത്ത് എന്ന ടൈറ്റിലൊന്ന് സ്വീകരിക്കാൻ കഴിയാതിരുന്ന മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചു കഴിഞ്ഞ് മദീനയിൽ നിന്ന് വരുന്ന വഴിയുടെ ഓരത്ത് വന്ന് നിൽക്കുമായിരുന്നു അത്രേ. മദീനയിൽ നിന്ന് വരുന്ന ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മനുഷ്യരുണ്ടെങ്കിൽ അയാളെ തന്നോട് ചേർത്തു പിടിച്ച് റസൂലിനെ കണ്ട ആ കണ്ണുകളിൽ സ്നേഹം കൊണ്ട് ഉമ്മ വെച്ച് കരഞ്ഞുപോയിരുന്ന മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനായി, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലെ വികാരമായി, വിചാരമായി, ചങ്കിലെ ചോരയായി, എല്ലാമായി, നമുക്ക് എല്ലാമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളുടെ പ്രവാചകനായി, കൗമാരക്കാരുടെ പ്രവാചകനായി, യുവാക്കളുടെ പ്രവാചകരായി, മധ്യവയസ്കരുടെ പ്രവാചകരായി, വാർദ്ധക്യം ബാധിച്ചവരുടെ പ്രവാചകരായി, യുവതികളുടെ സഹോദരിമാരുടെ പ്രവാചകരായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ മനസ്സിലിട്ട് ആ റസൂലിനെ പ്രണയിക്കാൻ നമ്മളെപ്പോഴോ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ വളരെ ടെക്നിക്കലായി പോയിട്ടുണ്ട്, വളരെ സാങ്കേതികമായി പോയിട്ടുണ്ട് നമ്മുടെ പ്രണയം. അത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ അത് ദർശിക്കപ്പെടുന്നുണ്ട്. കേവലമായി ചടങ്ങുകളിൽ, ചര്യകളിൽ മാത്രം, കേവലമായ ഒരു അനുധാവനം മാത്രമായി നമ്മുടെ ജീവിതം മാറിപ്പോകുന്നുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞിന്റെ വലതു ചെവിയിലും ഇടതു ചെവിയിലും ബാങ്കും ഇഖാമത്തും കൊടുക്കുക, ഒരു മുസ്ലിമിന്റെ പേര് കൊടുക്കുക, അതിൽ പോലും നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോയി, ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പേരിൽ നിന്ന് പോലും ആ പ്രണയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പ്രണയം സ്വീകരിക്കുന്ന പുതിയൊരു തലമുറയെ ലോകത്ത് കാണാൻ സാധിക്കുന്നു. മുഹമ്മദെന്നും അഹ്മദെന്നും ഇബ്രാഹിമെന്നും സുലൈമാനെന്നും പേര് വെക്കുന്ന പുതിയൊരു തലമുറയെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കാണുമ്പോൾ ഖദീജയെന്നും ഖദീജയെന്നും സുമയ്യയെന്നും ആയിഷയെന്നും മൈമൂനയെന്നും ഹബീബയെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന തരുണീമണികളുടെ നാമങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പേര് വെച്ചു കൊടുക്കുന്ന ആധുനിക യൂറോപ്യൻ മുസ്ലിമിനെയും അമേരിക്കൻ മുസ്ലിമിനെയും കാണുമ്പോൾ ആ ചര്യയിൽ നിന്നും അകന്നുപോയി പുതിയ പേരുകൾ, അർത്ഥമില്ലാത്ത പേരുകൾ പോലും സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ ഇസ്ലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയിക്കുന്നതിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ ചിത്രം നമുക്ക് കാണുന്നുണ്ട്. അവിടേക്ക് തിരിച്ചു വരാൻ, ഇഷ്കിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഇസ്ലാമികമായ ജീവിതവും ജീവസുറ്റതാവുക. നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുക, നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ തോന്നുക, പേര് വെക്കാൻ, വിവാഹത്തിൽ നിക്കാഹ് നടത്താൻ, മരിച്ചു കഴിഞ്ഞാൽ മറമാടാൻ, കേവലമായ ചില ചടങ്ങുകൾ, എപ്പോഴെങ്കിലും ഒന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ, എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊന്ന് നിസ്കരിക്കാൻ, റമദാൻ വന്നാൽ ഒന്ന് നോമ്പ് നോക്കാൻ, ഇങ്ങനെ ചില ചടങ്ങുകൾക്ക് വേണ്ടി, ചില കേവലമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനും നിങ്ങളും ഇസ്ലാമിനെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നത് എന്റെ വാക്കിലും, എന്റെ നോക്കിലും, എന്റെ നോട്ടത്തിലും, എന്റെ ഇരിപ്പിലും, എന്റെ നടപ്പിലും, എന്റെ പെരുമാറ്റ രീതിയിലും, എന്റെ സ്വഭാവത്തിലും, എന്റെ മനസ്സിന്റെ വികാരങ്ങളിലും, ഞാൻ നിങ്ങളോട് തോന്നുന്ന എന്റെ വികാര പ്രകടനങ്ങളിലും, എന്റെ പുഞ്ചിരിയിലും, എന്റെ പെരുമാറ്റത്തിലും, എന്റെ തലോടലിലും, എന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ഭാവങ്ങളിലുമൊക്കെ എന്റെ പ്രവാചകനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നത് കേവലമായി മുസ്ലിമായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ്, റസൂലിനെ അറിയാത്തത് കൊണ്ടാണ്. അവിടെ നിന്ന് വേണം ഒരു മൗലിദുർ റസൂൽ നടക്കുമ്പോൾ, ഒരു ഹുബ്ബുർ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ റസൂലിനെ പ്രണയിക്കാനുള്ള നമ്മുടെ ബാധ്യതകൾ തുടങ്ങേണ്ടത് അവിടെയാണെന്ന് എന്നെ ശ്രവിക്കുന്ന, ഞാനടക്കം എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമുക്കങ്ങനെ റസൂലിനെ പരിചയപ്പെടാൻ സാധിക്കണം. ഓരോ മുസ്ലിമും ഒരു ദിവസം ചുരുങ്ങിയത് പറയുന്നുണ്ട്, റസൂലിന്റെ പേര് പറയുന്നുണ്ട്. അത്തഹിയ്യാത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അത്തഹിയ്യാത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പരാമർശിക്കുന്നു. وَضَمَّ الْإِلَٰهُ اسْمَ النَّبِيِّ بِاسْمِهِ إِذَا قَالَ خَمْسُ الْمُؤَذِّينُ أَشْهَدُ എന്ന് മഹാനായ സാബിത്ത് റളിയല്ലാഹു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇമാം മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഹബീബായ നബിയുടെ പേര് പറയാതെ അത് പരാമർശിക്കാൻ സാധ്യമല്ല. ഈ പ്രവാചകനെ കുറിച്ച് വിശ്വസിക്കാതെ, ഈ പ്രവാചകന്റെ പേര് പരാമർശിക്കാതെ, ഈ പ്രവാചകനാണെന്ന് വിശ്വസിക്കാതെ ഒരു മുഅ്മിനിന്റെ നിലനിൽപ്പ് സാധ്യമല്ല.
അത് ലോകത്ത് നിങ്ങൾ ഏത് പരിഷ്കർത്താക്കളുടെ പേര് പരാമർശിക്കുമ്പോഴും ഇത് വലിയൊരു വ്യത്യാസമാണ്. മാർക്സും എംഗൽസുമാണ് ലോകത്ത് തൊഴിലാളികൾക്ക് വിമോചനം കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയൽ, റസൂല് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലും, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടില്ലെങ്കിലും ഈ സദസ്സിൽ നമുക്ക് സലാത്ത് ഒരുപാട് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴൊക്കെ സലാത്ത് ചൊല്ലും എന്നുള്ളതാണ് ഞാനും നിങ്ങളും തമ്മിൽ ഈ സദസ്സ് പിരിയോളമുള്ള കരാർ. അത് നമുക്ക് ജീവിതത്തിൽ മുഴുവനും തുടരാൻ സാധിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. അള്ളാന്റെ പേര് കേൾക്കുമ്പോൾ പോലും നമ്മൾ ഒന്നും പറയുന്നില്ല. ജല്ല ജലാലു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഒന്നും പറയൽ ദീന് നിർബന്ധമാക്കിയിട്ടില്ല. അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് നമുക്ക് ദീന്. അള്ളാന്റെ പേര് പറയുമ്പോൾ പോലും നമ്മൾ ഒന്നുമേ പറയുന്നില്ല. പക്ഷേ അള്ളാഹു പഠിപ്പിക്കുന്നു, നിങ്ങൾ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം. വലിയ വ്യത്യാസമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവും മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ സമൂഹമേ, സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലണേ, സലാമും ചൊല്ലണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഹബീബായ റസൂലിന്റെ മേൽ സലാത്തും സലാമും വർഷിക്കണേ. അപ്പോഴേക്ക് ബുദ്ധി ഉപയോഗിച്ച് ദീനിനെ ചിന്തിക്കുന്ന ആളുകൾ കടന്നു വരികയാണ്. നിങ്ങൾ എന്തിനാ റസൂലിനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്? അത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഖുൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അതൊരു ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകിയ, ഹിഫ്ള് നൽകിയ, ഇസ്മത്ത് നൽകിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളും പുറത്തു നൽകിയ, ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻപും മുമ്പിയും പിന്നിയതുമായ സകല പാപങ്ങളും ഞാൻ പുറത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. അത്രേ ഒരുപാട് പ്രാവശ്യം. അതൊരു ദിക്റാൻ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ഓടിക്കപ്പെട്ട മക്കയിൽ നിന്ന് ഒരു പ്രാവശ്യം മദീനയിൽ നിന്ന് തിരിച്ചുപോയി മക്ക കീഴടക്കി, മക്കം ഫത്ഹ് സംഭവിച്ചു. മക്കയിലെ കഅബ ശരീഫ് കീഴടക്കി. കഅബ ശരീഫിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. കഅബ ശരീഫിന്റെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഖുറൈശി പ്രമാണിമാരിൽ പലരും ദീനിലേക്ക് കടന്നു വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിലുടനീളമുള്ള ഒരുപാട് ഗോത്രങ്ങൾ ഫൗജയായി, സമൂഹമായി, കൂട്ടമായി ദീനിലേക്ക് കടന്നു വന്നപ്പോ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും അല്ലാഹു നബിയോട് പറഞ്ഞു, ഫസ്തസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. സന്തോഷമുള്ള സമയത്തും നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്, അല്ലാഹുവേ പൊറുത്തു തരണേ എന്ന് പറയുന്നത്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. മഴ ലഭിക്കാതെ മനുഷ്യൻ വലിയ കൊടും വരൾച്ച അനുഭവിക്കുമ്പോൾ മഴ വർഷിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറയുന്നുണ്ട്. സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകളോട് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അർത്ഥം വെച്ചുകൊണ്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യമില്ലയോ, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, മക്കളെ നൽകിക്കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സഹായം നൽകും. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളുക. ഇസ്തിഗ്ഫാർ ഒരു ദിക്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു ദിക്റാണ്.
മദീനയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറി നിൽക്കുമ്പോ മൂന്നിലൊരു പ്രാവശ്യം ആമീൻ പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ 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 എന്ന് മിമ്പറയിലെ ഓരോ ചവിട്ടിപ്പടി കയറുമ്പോഴും ആമീൻ പറയുമ്പോ അതിലൊരു പ്രാവശ്യം ആമീൻ പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാണ്, നബിയെ അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറയാത്തവൻ സല്ലാത്തവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞതാ. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ എന്റെ പേര് പറയപ്പെടുമ്പോൾ സലാത്ത് ചെല്ലാത്തവനാണ്. ഞാനിത് നിങ്ങളോട് സലാത്ത് ചെല്ലാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, ഇത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പ്രവാചകന്റെ പ്രത്യേകത? ഇത് തന്നെയാണ്, ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിക്കപ്പെടുന്നിടത്തൊക്കെ മദ്ഹ് ചെയ്യപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ പേരാണ്. മക്കക്കാർ പുതിയ പേര് കേൾക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പുതിയ പേര് വെച്ചിരിക്കുകയാണ്. തന്റെ മരിച്ചുപോയ മകൻ അബ്ദുള്ളക്ക് ആമിന ബീബിയിൽ പിറന്ന കുഞ്ഞിന് പുതിയ പേര് ലഭിച്ചിരിക്കുകയാണ് മുഹമ്മദ്. തങ്ങൾ അറബികൾ അൻസാബിനെ കുറിച്ചറിയുന്ന പിതൃപരമ്പരകൾ 20ഉം 25ഉം 30ഉം പിതൃപരമ്പരകളുടെ പേരുകൾ അറിയുന്ന മക്കക്കാർ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒരു കാലത്തും ഒരു സമൂഹത്തിലും ഒരു പിതൃപരമ്പരയിലും ഒരു സനദിലും മുഹമ്മദ് പോലത്തൊരു പേര് ലഭിക്കുന്നില്ല. ലിയഹ്മിദഹു മൻ അലൽ ഖബ്റ, ലോകത്ത് കഴിഞ്ഞു പോയ, ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു, കഴിഞ്ഞു പോയ തലമുറകളിലൊക്കെ ഈ പ്രവാചകന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. അനുഗ്രഹങ്ങളുടെ ഈ നായകൻ കടന്നു വരാനുള്ള മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രവാചകന്മാരും കടന്നുപോയപ്പോൾ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വന്നതാണ്. അഹ്മദ് എന്നു പേരായ സ്തുതിക്കപ്പെടാനുള്ള ഒരു പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കപ്പെടുന്ന പ്രവാചകനാണ്. ഇത് നിലനിന്നുകൊണ്ടേയിരിക്കണം. ലോകത്ത് ബാങ്ക് കൊടുക്കപ്പെടാത്തൊരു സമയം പോലുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കപ്പെടുന്നു. നമുക്കൊരു ദിവസം ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഓർക്കാറുണ്ടോ എന്നുള്ളടത്താ പ്രശ്നം. നമ്മളൊന്നും ഓർക്കാറില്ല. പറഞ്ഞു പോകുന്നു. അങ്ങനെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊക്കെ സലാം വീട്ടും. കാരണം നമുക്കതൊക്കെ യാന്ത്രികമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഫാത്തിഹ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആമീൻ വരെ നമ്മൾ എത്തും. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് സംശയമായിരിക്കും, ഞാൻ പറഞ്ഞോ അല്ലേ, ഇയാളിപ്പോ ചോദിച്ചത് സംശയത്തിനായിരിക്കുമല്ലോ. വുളു എടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ കാല് കഴുകിയിട്ടേ നിർത്തുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ മുഖം 3 പ്രാവശ്യം കഴുകിയെന്ന് വെച്ചാൽ നമുക്ക് സംശയമായിരിക്കും. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ചാലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് പറച്ചിലിനെ നമ്മൾ പറയുന്നതിനെ ഓർമ്മയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അത് എല്ലാ ദിവസവും നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല. കൊല്ലത്തിലൊരു പ്രാവശ്യം. നമുക്കിതിനൊന്നും വലിയ തെളിവൊന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ സ്മരിക്കാൻ ഒരു മനുഷ്യനെ കാരണം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകരെ സ്നേഹിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും ഔ ഇഖ്വാനുകും ഔ അശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നബിയെ നിങ്ങൾ പറയണം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങൾ നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിതം മുഴുവനും അതിനുവേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, വമസാകിന തർളൗനഹ, നിങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഇതൊക്കെ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി,
അള്ളാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ നിങ്ങൾ കഠിനമായി പരിശ്രമം നടത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീടുകൾ, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, നിങ്ങൾ പറയണം, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണേ എന്ന് പറയണം. യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാർഗമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് ഭാഗത്ത് ഈ പ്രവാചകനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അങ്ങനെ നോക്കുമ്പോ ഈ നബി ഓർക്കപ്പെടേണ്ടവരാണ്. ഈ നബിയെ പറയണമെങ്കിൽ, നബിയെ മനസ്സിലാക്കണമെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. നബി ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ പോരാ. നബി ഒരു സ്ത്രീ വിമോചകൻ എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ പോരാ. നബിയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കണം. ആരാണ് നമുക്ക് നബി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എളിയ രീതിയിൽ ചിന്തിച്ചാൽ കാര്യം മനസ്സിലാകും. അള്ളാഹനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ലോകത്തൊരു മനുഷ്യനും അള്ളാഹനെ കണ്ടിട്ടില്ല. നമ്മളാരും അള്ളാഹനെ കണ്ടില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞ അന്ധവിശ്വാസം എന്ന് പറയലുണ്ട്, യാഥാസ്ഥികവാദം എന്നൊക്കെ പറയലുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതെന്തോ മോശമാണെന്ന്. അന്ധമായൊരു വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ, അന്ധമായി വിശ്വസിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് അന്നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹു ഫിത്തൗറാത്ത് ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഫസ്റ്റ് ടെസ്റ്റമെന്റിലും ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും തൗറയിലും ബൈബിളിലും തോറയിലും ഇൻജീലിലും ബൈബിളിലും മൂസ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്തിലും ഒക്കെ പരാമർശിക്കപ്പെട്ട നബിയൽ ഉമ്മി അർ-റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷം അൽ അമീനായി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാം പോലും അല്ലാഹുവിനോട് ചോദിച്ചു, തമ്പുരാനെ, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. തൂരിസീന പർവ്വതത്തിന്റെ മുകളിലോട്ട് വാ. അവിടെ ആ തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് അള്ളാന്റെ പ്രകാശത്തിന്റെ കണികയൊന്ന് അടിച്ചു വീശിയപ്പോഴേക്ക് മൂസ നബി അലൈഹിസ്സലാമിന് ആ പ്രകാശത്തിന്റെ കണികയിൽ നിന്ന് പോലും ഊർജ്ജം ഉൾക്കൊള്ളാൻ സാധിക്കാതെ തളർന്നു വീണുപോയി എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിൽ പോയി കാണാൻ ഭാഗ്യം ലഭിച്ചു എന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ലോകത്ത് അല്ലാഹുവിനെ ദർശിച്ചത്. ആ റസൂൽ പരിചയപ്പെടുത്തി തന്ന അല്ലാഹുവാണ് നമ്മുടെ ദൈവം, നമ്മുടെ ഇലാഹതാണ്. എന്തുകൊണ്ടാണ് ഇത് ലോകത്തെ പലർക്കും മനസ്സിലാകാത്തത്? എന്താ നമ്മുടെ കലിമത്തു തൗഹീദ്? ഞാൻ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, റസൂലിനെ മനസ്സിലേറ്റാൻ നമുക്ക് സാധിക്കണം പിരിഞ്ഞു പോകുമ്പോഴേക്ക്. എന്താ നമ്മുടെ ഷഹാദത്തു കലിമ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതാണ് നമ്മുടെ ഷഹാദത്തു കലിമ. ലോകത്ത് ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഒരു പരമാത്മാവിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഒരു പരമസത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. പക്ഷേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് വലിയൊരു വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു. അള്ളാഹു ഉണ്ട്. ഞാൻ പറയുന്നതും കേൾക്കുന്നതും, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും, നമുക്ക് രോഗം നൽകുന്നതും രോഗത്തിന് ശമനം നൽകുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിലെ സകലം സംഭവിക്കുന്നതും കാലാധികാലം മുതൽ ആദം നബിയെ സൃഷ്ടിച്ചതും മാലാഖമാരെ സൃഷ്ടിച്ചതും ജിന്നുകളെ സൃഷ്ടിച്ചതും പക്ഷിപ്പറവകളെ സൃഷ്ടിച്ചതും സസ്യജലാദികളെ സൃഷ്ടിച്ചതും അചേതന സചേതന വസ്തുക്കളെ സൃഷ്ടിച്ചതും ഭൂമി ലോകത്ത് ഒന്ന് മഴ പെയ്യുമ്പോഴേക്ക് മുളച്ചു പൊന്തുന്ന ചെറിയ ചെറിയ ജീവികളെ സൃഷ്ടിച്ചതും എന്തിനാണ് ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതെന്നറിയാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും മനുഷ്യനൊന്ന് തൊട്ടുപോകുമ്പോൾ ചൊറിഞ്ഞു പോകുന്ന ഒരുപാട് ചെടികൾ, മനുഷ്യന് ഉപദ്രവം നൽകുന്ന ഒരുപാട് ജീവികൾ, ഭൂമി ലോകത്തെ ഈ സൃഷ്ടി സംവിധാനങ്ങൾ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചവൻ
മനുഷ്യൻ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മൾ അന്ധമായി വിശ്വസിക്കുകയാണ്. അത് അള്ളാഹു എന്ന ഒരു സൃഷ്ടാവുണ്ട്. നമ്മൾക്കൊക്കെ നൽകപ്പെട്ടത് തുച്ഛമായ ജീവിതമാണ്. ഈ ജീവിതത്തിനൊരവസാനമുണ്ട്. ചിലർ ഗർഭപാത്രത്തിൽ നിന്ന് മരിച്ചു പോകുന്നു, പ്രസവിച്ച് വീഴുമ്പോൾ മരിച്ചു പോകുന്നു, കുട്ടികളായി മരിച്ചു പോകുന്നു, കൗമാരക്കാരായി മരിച്ചു പോകുന്നു, യുവാക്കളായി മരിച്ചു പോകുന്നു, വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് മരിച്ചു പോകുന്നു. മരിച്ചു ചെന്നു കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ആരംഭം കുറിക്കപ്പെടുകയാണ്. മരണത്തോടെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഞാനും നിങ്ങളും മുസ്ലിം എന്ന ഒരു ലേബലിൽ ജീവിക്കുന്നുവെങ്കിൽ അതന്ധമായി വിശ്വസിക്കുന്നുണ്ട്. അത് നാം വിശ്വസിക്കുന്നുണ്ട്. ഖബറിൽ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ ഒരു മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ പ്രാവശ്യവും മയ്യത്ത് ഖബറിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോ, ആ ഖബറിന്റെ അടിയിൽ ലഹദെന്ന ഒരു അടിക്കബർ നിർമ്മിക്കുമ്പോ, ആ അടിക്കബറിന്റെ അടിക്കബറിന്റെ അകം ആ മയ്യത്തിന്റെ നീളത്തിനും വീതിക്കും അനുസരിച്ച് മാത്രം നിർമ്മിക്കുമ്പോ, ആ മയ്യത്തിനെ കഫംപുടയിൽ പൊതിഞ്ഞ് ആ അടിക്കബറിൽ വെച്ച് അതിന്റെ മുകളിൽ മൂടുകല്ല് വെച്ച് മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. ഇനി ആർക്കാണ് അവിടെ എഴുന്നേറ്റിരിക്കാൻ സാധിക്കുക? ഇനി ഒരു മുൻകർ നക്കീറിന് എങ്ങനെയാ അവിടേക്ക് വരാൻ സാധിക്കുക എന്നും നമ്മൾ റീസൺ ദാഹിക്കാൻ നമ്മൾ ദുആ ചെയ്യുകയാണ്. തമ്പുരാനെ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദസ്സുആൽ. മുൻകർ നക്കീർ അലൈഹിസ്സലാം വരാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തനാക്കണേ എന്ന് അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ ദുആ ചെയ്യുകയാണ്. ഇനി ഒരു പുനർജന്മമുണ്ട്. ആദം നബി മുതൽ അവസാന മനുഷ്യർ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ഹിസാബുണ്ട്. അവിടെ അർശിന്റെ തണലുണ്ട്. അവിടെ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന പ്രകാശമുണ്ട്. അവിടെ മനുഷ്യന്റെ തിന്മകൾ തൂക്കം ചെയ്യപ്പെടുന്നുണ്ട്. മീസാൻ എന്ന തുലാസുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഞാൻ 10 വയസ്സിൽ ചെയ്തത് 15 പ്രായപൂർത്തിയായത് മുതൽ ഞാൻ ചെയ്തത്, 15-ാം വയസ്സിൽ ചെയ്തത്, 16-ാം വയസ്സിലെ 1-ാമത്തെ ദിവസം ചെയ്തത്, അന്ന് പിറ്റേ ദിവസം രാവിലെ ചെയ്തത്, ഉച്ചക്കന്റെ സുഹൃത്തിനോട് സംസാരിച്ചത്, വൈകുന്നേരം എന്റെ കണ്ണുകൊണ്ട് നോക്കിയത്, പിറ്റേന്ന് രാവിലെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത്, ഞാൻ 40 വയസ്സാകുമ്പോൾ ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ പോലും ഇന്നലെ ഞാൻ ചെയ്തത് എനിക്ക് നിസ്സാരമെന്ന് തോന്നുന്നുവെങ്കിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഏടുകളുണ്ട്, കിതാബുകളുണ്ട്. നമ്മുടെ നന്മ തിന്മകൾ ഓരോന്നും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മീസാൻ എന്ന ഒരു തുലാസ് എന്ന സംഭവമുണ്ട്. അവിടെ ഹൗദുൽ കൗസർ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ട്, സിറാത്ത് പാലമുണ്ട്, സ്വർഗത്തിലെ ശാശ്വത ജീവിതമുണ്ട്, അനുഗ്രഹമുണ്ട്, നരകത്തിലെ ശാശ്വതമായ ശിക്ഷയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? അല്ലാഹു വന്ന് നമുക്കാർക്കും പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹനെ നമ്മളൊട്ട് കണ്ടിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ അബീ ഖുബൈസിന്റെ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങളാക്രമിക്കാൻ വരുന്നുണ്ടെന്ന് മക്കക്കാരെ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഒന്നടങ്കം പറഞ്ഞു മക്കക്കാർ, അൽ അമീൻ, നിങ്ങൾ വിശ്വസ്തരാണ്, നിങ്ങൾ അത്ഭുതങ്ങൾ ഒരുപാട് കാണിച്ചവരാണ്. മോശമായ ജീവിത സാഹചര്യമുള്ള മക്കയിൽ പെണ്ണും കള്ളും മദ്യവും യുദ്ധവും മനുഷ്യന്റെ ജീവിതത്തിന്റെ ആസക്തികളായി മാറിക്കഴിഞ്ഞ മക്കയിലെ മലീമസമായ ജീവിത സാഹചര്യത്തിൽ നന്മയുടെ തൂവെള്ള വെളിച്ചമായി ഞങ്ങളുടെ മുമ്പിൽ, സത്യത്തിന്റെ നിദാനമായി ദർശനമായി ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ച ഹിൽഫുൽ ഫുദൂലിന്റെ സംഭവത്തിന്റെ സമയത്ത്, കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് കഅബയുടെ പുനർനിർമ്മിച്ചു കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണാർത്ഥം കഅബയുടെ കല്ലിൽ, കഅബയുടെ മതിലിൽ വിശ്രമിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ആ പുണ്യമായ കല്ലിനെ കഅബയുടെ മുകളിലേക്ക് എടുത്തു വെക്കുക എന്ന കർമ്മം ഏത് കബീലക്കാർ ചെയ്യുമെന്നതിന്റെ പേരിൽ കച്ചറയുണ്ടായപ്പോ, പ്രശ്നമുണ്ടായപ്പോ അവിടേക്ക് കടന്നുവന്ന് മന്ദസ്മിതം തൂങ്ങി കടന്നുവന്ന് അങ്ങ് പറഞ്ഞു തന്നത്, തങ്ങളുടെ വിരിപ്പ്, തങ്ങളുടെ ശരീരത്തിന്റെ മേൽമുണ്ട് നിലത്തു വെച്ചു അതിലേക്ക് കല്ലെടുത്തു വെച്ചു ഓരോ കബീലയുടെയും പ്രതിനിധികൾ ഓരോ ഭാഗം പിടിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് പൊന്തിച്ചു പിടിച്ച് ആ പൊന്തിച്ചു പിടിച്ച തന്റെ ശരീരത്തിൽ കിടന്നിരുന്ന മേൽപ്പുതപ്പിലുള്ള ആ ഹജറുൽ അസ്വദിന്റെ കല്ല് കഅബയുടെ ആ ഭിത്തിയോട് ചേർന്ന് നിന്നപ്പോ തന്റെ പുണ്യമായ കരം കൊണ്ട് ഇന്നും നമ്മളൊന്ന് മുത്താൻ ആഗ്രഹിക്കുന്ന ആ ഹജറുൽ അസ്വദിന്റെ സവിധത്തിലേക്ക് എടുത്തു വെക്കാൻ അങ്ങ് കാണിച്ച ആർജവവും, കഅബ ശരീഫ് എന്ന പുണ്യമായ ഗേഹത്തിനകത്ത് ഒരു രക്തം പോലും ചിന്താതെ യുദ്ധക്കൊതിയന്മാരായ മക്കയിലെ ഖുറൈശി പ്രമാണിമാരെ സംരക്ഷിച്ചു നിർത്തിയ മുഹമ്മദ് എന്ന പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മം, പ്രവാചകത്വത്തിന്റെ ജന്മം
ജന്മം കുറിക്കുന്ന നിമിഷത്തിൽ ആളുകൾ പറഞ്ഞു പോയതാണ്, അങ്ങ് അല്ലമീനാൻ, അങ്ങ് സത്യസന്ധനാൻ, അങ്ങ് വിശ്വസ്തനാൻ, അങ്ങ് തൂവള്ള ജീവിതത്തിന്റെ ഉടമയാണ്. ആ ജീവിതത്തിന്റെ ഉടമയായതുകൊണ്ട് അങ്ങയെ വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് വിശ്വസിക്കുന്നു. ഒരു അല്ലാഹു ഉണ്ട്, ഒരു ജീവിതമുണ്ട്. അത് തന്നെയാണ് നമുക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദിന്റെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? തൗഹീദിന്റെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സമമാകുന്നു സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു നിരാശ്രയനാണ്, അല്ലാഹു പ്രസവിക്കുകയില്ല, അല്ലാഹു പ്രസവിക്കപ്പെടുകയുമില്ല, അല്ലാഹുവിന് തുല്യനായി ലോകത്ത് മറ്റൊരാളുമില്ല. തഅദിലു സുലുസൽ ഖുർആൻ. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു സഹാബി ഒരു നിത്യവും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ നിന്നാൽ ഫാത്തിഹ കഴിഞ്ഞ് ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും, പിന്നെ സൂറത്ത് ഖുർആന്റെ ഏതെങ്കിലും ഭാഗം ഓതും, പിന്നെയും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പരാതിയെത്തി. ആളുകൾ പറഞ്ഞു, ഇയാൾ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? നബിയെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ സൂറത്ത്, എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് ആ സൂറത്ത്, അതെപ്പോഴും പാരായണം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. നിങ്ങൾക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. തഅദിലു സുലുസൽ ഖുർആൻ. ഇത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ ഒരു പ്രാവശ്യം ഓതുന്നതിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദുആർക്കുന്നതിന് മുമ്പ് നമ്മൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്. ഖുർആൻ ഒരു പ്രാവശ്യം ഓതാൻ നമുക്ക് സമയമില്ല. ഒരു പ്രാവശ്യം ഖത്തം തീർത്ത ഒരു പ്രതിഫലമാണ് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. ഈമാനിന്റെ തൗഹീദിന്റെ 2ാമത്തെ സൂറത്തായിട്ട് അറിയപ്പെടുന്നു സൂറത്തുൽ കാഫിറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂന വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്തെന്ന് ഉദ്ഘോഷിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. തഅദിലു റുബ്അൽ ഖുർആൻ. ഖുർആനിന്റെ 4/1 സമമായി നിൽക്കുന്നു സൂറത്തുൽ കാഫിറൂൻ. ഇത് 4 പ്രാവശ്യം ഓതുമ്പോൾ ഖുർആൻ ഒരു പ്രാവശ്യം ഓതിയ പ്രതിഫലമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. ഈ 2 സൂറത്തുകൾ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നിസ്കാരം, വ്യാഴാഴ്ച അസ്തമിക്കുന്ന മഗ്രിബിൽ ഈ 2 സൂറത്തുകൾ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതൽ സുന്നത്താണ്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളിൽ പലപ്പോഴും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഈ 2 തൗഹീദിന്റെ സൂറത്തുകളോടാണ്. ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സൂറത്ത് തുടങ്ങുന്നത് എന്താണ്? നബിയെ, നിങ്ങൾ പറയുക, അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്ന, അള്ളാഹുവിന്റെ തൗഹീദ് പരാമർശിക്കുന്ന ഏറ്റവും വലിയ, ചെറുതെങ്കിലും ഏറ്റവും അർത്ഥസമ്പൂർണമായ സൂറത്താ. അള്ളാഹു അഹദാൻ, അള്ളാഹു സമദാൻ, അള്ളാഹു പ്രസവിക്കുന്നില്ല, അള്ളാഹു പ്രസവിക്കപ്പെടുന്നില്ല, അള്ളാഹു തുല്യനായിട്ടാരുമില്ല, അള്ളാഹുവിന് തുല്യനായിട്ടാരുമില്ല. നബിയെ, ഇത് പറയേണ്ടത് നിങ്ങളാണ്. സൂറത്തിന്റെ തുടക്കമൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, നബിയെ നിങ്ങളാണ് പറയേണ്ടത്. അള്ളാഹു അഹദും സമദുമാണെന്ന് പറയേണ്ടത് നിങ്ങളാണ് നബിയെ, നിങ്ങളാണ് നബിയെ. അനിമേരി ഷിമ്മൽ എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനോഹരമായി പഠനം നടത്തിയ, ജീവിതത്തിൽ ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഒരുപാട് ഭാഷകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിരന്തരമായി പറയപ്പെട്ട, എഴുതപ്പെട്ട, നിരന്തരമായി പ്രകീർത്തിക്കപ്പെട്ട കവിതകളും പറച്ചിലുകളും ഒക്കെ സമാഹരിച്ചുകൊണ്ട് വളരെ അക്കാദമികമായി ഒരു പഠനം നടത്തിയ ഒരു യൂറോപ്യൻ പണ്ഡിതയായിരുന്നു അനിമേരി ഷിമ്മൽ. അനിമേരി ഷിമ്മലിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ മെസഞ്ചർ ഓഫ് ഗോഡ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ 2ാമത്തെ ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് ചർച്ച ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അവർ പറയുന്നുണ്ട്, നബിയെക്കുറിച്ച് മൗലാന ജലാലുദ്ദീൻ റൂമിയും അതുപോലെ തന്നെ ഹഫീൽ അങ്ങനെ തുടങ്ങി ഒരുപാട് സഅദിയും ഒരുപാട് ലോകത്ത് കണ്ടു കാണപ്പെട്ട ആളുകൾ മുഴുവനും നബിയെക്കുറിച്ച് പരാമർശിച്ച പാടിയ ഒരുപാട് പാട്ടുകൾ, ശീലുകൾ എല്ലാം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ആഫ്രിക്കയിലെ ഗോത്ര പ്രവിശ്യകളിലെ താഴ്വാരങ്ങളിൽ ആടിനമേച്ചു നടക്കുന്ന ആട്ടിടയ ബാലന്മാർ
ആടിനെ മേച്ചു നടക്കുന്ന ആട്ടിടയ സംഘങ്ങൾ, ബാലന്മാരുടെ സംഘങ്ങൾ ഒന്നിച്ച് ആടുകളെ മേച്ച് താഴ്വാരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ പാടുന്ന ഒരു പാട്ടിന്റെ മനോഹരമായ ഒരു ശീല് പറഞ്ഞു പോകുന്നുണ്ട് ആനിമേരി ഷിമ്മൽ. ആ പാട്ടിന്റെ രൂപം ഇതാണ്, ആ പാട്ടിന്റെ മലയാളം ഇതാണ്: നബിയെ, അങ്ങയെ റബ്ബെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങയെ റബ്ബെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞു അങ്ങല്ല റബ്ബെന്ന്, അങ്ങയുടെ റബ്ബാണ് റബ്ബെന്ന്. അതുകൊണ്ട് അങ്ങയെ റസൂലെന്നും അങ്ങയുടെ റബ്ബിനെ റബ്ബെന്ന് വിളിക്കാനും ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയുന്ന മനോഹരമായൊരു പാട്ടിന്റെ ശകലമുണ്ട്. നബിയെ, അങ്ങയെ റബ്ബെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കാരണം അങ്ങയുടെ ജീവിതമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷെ അങ്ങാണ് പറഞ്ഞത് അങ്ങല്ല റബ്ബ്, അങ്ങയുടെ റബ്ബാണ് റബ്ബ്. അതുകൊണ്ട് അങ്ങയെ റസൂലെന്നും അങ്ങയുടെ റബ്ബിനെ റബ്ബായി ദൈവമായി വാഴ്ത്താനും ഞങ്ങൾ സന്നദ്ധരാകുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നു. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. വിശുദ്ധമായ ഖുർആൻ നബിയുടെ മുഅ്ജിസത്താണ്. ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ്. ഖുർആൻ ഒരു സയൻസ് ഗ്രന്ഥമല്ല, ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. ഖുർആൻ ഒരു ചരിത്ര പുസ്തകമല്ല. ഖുർആൻ ഒരു നിയമ പുസ്തകമല്ല. നിയമമുണ്ടതിൽ, ചരിത്രമുണ്ടതിൽ, ഭൗതികമായ രഹസ്യങ്ങൾ ഒരുപാടുണ്ടതിൽ, അതിലേക്ക് ചിന്തിക്കാനുള്ള പ്രേരണയുണ്ട്. പക്ഷേ അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ്. അതെന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള തങ്ങളുടെ മുഅ്ജിസത്താണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള കരാർ മറന്നുപോകരുത്. അത് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പിശുക്കന്മാരിൽ പെടാതെ പോകാൻ, നമ്മൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ അള്ളാഹു ഈ നബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിളിച്ചിട്ടുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖുർആൻ മുഴുവനും എടുത്തു നോക്കുമ്പോൾ അങ്ങനെ നബിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നബിയെ മനസ്സിൽ ഓർത്തുകൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതെല്ലാം നബിയെക്കുറിച്ച് പറയുന്നത് പോലെ നമുക്ക് അനുഗ്രഹമായി തോന്നുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹു ഉത്തരം നൽകുന്നു ആ ദുആക്ക്. അല്ലാഹുവേ, വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഇനി വരാൻ പോകുന്ന തലമുറ എന്നെ നന്മ കൊണ്ട് ഓർക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നു നിസ്കാരത്തിൽ. ഇബ്രാഹിം നബിയുടെ സ്മരണ പുതുക്കുന്നു, ഇബ്രാഹിമി പാത പിന്തുടരുന്നു എന്ന് പറയുന്നു. ഓരോ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജാജിമാരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണകൾ പുതുക്കുന്നു. അള്ളാഹുവിനോട് നൽകിയ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരമാണെന്ന് പറയുന്നു. എന്നെ പരാമർശിക്കപ്പെടണേ തമ്പുരാനെ എന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇനിയൊന്ന് ഖുർആനിലേക്ക് താഴോട്ട് ഇങ്ങനെ വരുമ്പോ മനോഹരമായ ഒരു സൂറത്ത് കാണാൻ സാധിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതിന്റെ പുറത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന കാണാൻ സാധിക്കുന്നു. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ വിശാലമാക്കണേ എന്ന് ദുആ ചെയ്യുന്നു. റബ്ബി ഇശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയത്തെ വിശാലമാക്കണേ എന്ന് മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. അല്ലാഹു ദുആ സ്വീകരിക്കുന്നു. ഖദ് ഊതീത സുഅലക യാ മൂസ. മൂസ നബിയെ അലൈഹിസ്സലാം, അങ്ങയുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അങ്ങേക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് ഖുർആന്റെ താഴോട്ട് പോരുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിക്ക് വേണ്ടി പാരായണം ചെയ്യാൻ പറയുന്ന പണ്ഡിതന്മാർ നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മശക്തിയുടെ പ്രശ്നമുണ്ടോ? നിങ്ങൾ ഓതേണ്ട ഒരു സൂറത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്. നബിയെ, അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? അത് മൂസ നബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ വിശാലമാക്കണേ. അല്ലാഹു ചോദിക്കാതെ കൊടുക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വറഫഅനാ ലക ദിക്റക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എന്റെ സ്മരണ വരാനിരിക്കുന്ന തലമുറയിൽ നിലനിർത്തണേ. അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട്, അങ്ങയുടെ സ്മരണയെ ഉയർത്തിയിട്ടുണ്ട്. ഓരോ നിമിഷവും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയപ്പെടുമ്പോൾ നബിയുടെ സ്മരണ ലോകത്ത് ഓരോ സമയവും ഓർക്കപ്പെടുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു വളരെ വലിയൊരു സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. നമുക്കിത് കാര്യം തോന്നാത്ത വലിയ വിഷയമല്ല. ഖുർആൻ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിച്ചു. യാ ആദം, യാ മൂസ, യാ ഈസ, യാ യഹ്യ. ഓരോ സ്ഥലത്തും പ്രവാചകന്മാരുടെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും തന്നെ
അങ്ങനെ ഖുർആൻ പോലും വിളിച്ചില്ല. യാ അഹ്മദ് എന്നോ യാ മുഹമ്മദ് എന്നോ വിളിച്ചില്ല. യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹർ റസൂലു, ഏ പ്രവാചകരെ എന്നാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് വിളിക്കാൻ പഠിപ്പിക്കുന്ന. സഹാബത്തിനോട് പോലും അങ്ങനെ പഠിപ്പിക്കുകയാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹ്രി ബഅലികും ലിബഅലിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നു, ഏ സഹാബ, ഏ അനുചരന്മാരെ, ഏ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബിയേക്കാളും നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചയിട്ട് സംസാരിക്കരുത്. അവസാന നാൾ വരെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോ ഈ കൽപ്പന മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അൻ തഹ്ബത അഅമാലുകും, ശിർക്ക് ചെയ്താൽ മനുഷ്യന്റെ പാപങ്ങൾ, മനുഷ്യന്റെ നന്മകൾ മുഴുവനും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനാദരവായി പെരുമാറിയാൽ, അദബുകേടായി പെരുമാറിയാൽ മനുഷ്യന്റെ മുഴുവൻ നന്മകളും പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ സാക്ഷ്യമാണ്. വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, വേറെ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നുണ്ട്. ലാ തജ്അലൂ ദുആഅകും കദുആഇ ബഅദുആ അർ-റസൂലി, ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദഹ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ചിലർ പരസ്പരം വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വിളിച്ചു പോകരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. ആളുകൾ മുഴുവനും റസൂലിന്റെ ആ ഭാഗം തിരിച്ചറിയാൻ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്ന മുസ്ലിം സമൂഹം കേവലമായ ഒരു എന്റെ ചിന്തകളെയും എന്റെ ക്രിയയെ എല്ലാം ചിട്ടെടുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തീർന്നില്ല, ആ നബിയെ പ്രണയിച്ച പോലെ പ്രണയിക്കാൻ, ആ നബിയെ ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടാൻ, അതിന് നമ്മുടെ ചിന്തകളുടെ പലപ്പോഴും പല ലിമിറ്റേഷനുമുള്ള നമ്മുടെ ചിന്തയെ മാറ്റിവെച്ചുകൊണ്ട് ആ റസൂലിലേക്ക് സഞ്ചരിക്കാൻ, വിശ്വാസത്തോടെ സഞ്ചരിക്കാൻ, പലപ്പോഴും അന്ധമായ വിശ്വാസത്തോടെ, രേഖകളിൽ ഉറച്ച വിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് എത്തിയത് ഇതുപോലെ സച്ചരിതമായ ജീവിതങ്ങളിലൂടെയാണ്. ഇവിടെ പാറന്നൂർ ഉസ്താദിന്റെ സ്മരണയിലുള്ള അനുസ്മരണാർത്ഥമുള്ള ഈ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതൊരു വഴിയാണ് എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു വഴിയാണ്. ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചു തന്ന ആളുകൾ, അതാണ് നമുക്ക് ഇസ്ലാമിക ശരീഅത്തിന്റെ കൈമാറ്റ പ്രക്രിയ. അതാണ് ഈ വാക്കുകളല്ല, ഈ എഴുതപ്പെട്ട പുസ്തകങ്ങളല്ല ഇസ്ലാം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം, കളങ്കമില്ലാത്ത ജീവിതം, ആ റസൂൽ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്തു. അവിടുത്തെ സഹാബത്തിനെ താബിഉകൾ കാണുന്നു, താബിഉകളെ കാണുന്നു. നിങ്ങൾ പറഞ്ഞ വാക്കുകളല്ല പ്രധാനം, നിങ്ങൾ ജീവിച്ച ജീവിതങ്ങളാണ് പ്രധാനം. അങ്ങനെ തലമുറകളിലൂടെ ദീന് കൈമാറ്റം ചെയ്യപ്പെടുന്നതായി കാണാൻ സാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാധാരണ മനുഷ്യനപ്പുറം ഇഷ്ടപ്പെടുകയും നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തരികയും അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിക്കുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ, സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കിതാബിന് ശേഷം, ഖുർആനിന് ശേഷം ലോകത്തെ ഏറ്റവും സഹീഹായ ഗ്രന്ഥമാണ് ഇമാം അബൂ ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട മഹത്തായ ഗ്രന്ഥം. അവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഹദീസ്, അതിന് നിങ്ങളുടെ യുക്തിചിന്ത മാറ്റിവെക്കണം. ഞാൻ ഹദീസ് പറയാം. നമുക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിചയപ്പെടാൻ നമുക്ക് ആ ഹദീസിലൂടെ സഞ്ചരിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നബിയെ ഓർക്കണം. ഒരു റബീഉൽ അവ്വൽ വരുമ്പോഴെങ്കിലും നമ്മൾ നബിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം.
നബിയെ ഒന്നുകൂടി പരിചയപ്പെടണം. നബി കേവലമായ ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നതിനപ്പുറം നബിയെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അള്ളാഹു എല്ലാ സംരക്ഷണവും എടുത്തിട്ടുണ്ട്, അള്ളാഹു എല്ലാ പ്രൊട്ടക്ഷനും എടുത്തിട്ടുണ്ട്. ലോകത്തൊരാളും നബിയെ ദൈവമാക്കൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൈവമാക്കിയ ഒരു ചരിതം ലോകത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൈവമാക്കിയിട്ടില്ല, ആക്കൂല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, മനുഷ്യനായി ജീവിച്ചു. ഈസ നബി അലൈഹി ഇസ്ലാമിനെ ദൈവമാക്കാൻ പുറപ്പെട്ടപ്പോഴേക്ക് ഖുർആൻ അതിനെ പരാമർശിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇന്നി അബ്ദുല്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഈസ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. നബിയെ നിങ്ങൾ പറയണം, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ആടിനെ മേക്കുന്നു, കച്ചവടം ചെയ്യുന്നു, ഞാൻ ഉറങ്ങുന്നു, ഉണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്നു, ഞാൻ വിവാഹം കഴിക്കുന്നു, ഞാൻ ഭാര്യമാരോടൊത്ത് ജീവിക്കുന്നു, എനിക്ക് മക്കളുണ്ടാകുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ വിയർക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഞാൻ കരയുന്നു, എല്ലാമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ വലിയൊരു വ്യത്യാസമുണ്ട്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. വലിയ വ്യത്യാസം. അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഞാനാണ്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹൊക്കെ ഒരൊറ്റ ഇലാഹാണെന്ന് പഠിപ്പിച്ചു തരാൻ വന്നത് ഞാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ നബിയുടെ ജീവിതം ഒന്ന് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. ഒരു റബീഉൽ അവ്വൽ വരുമ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ജന്മം കിട്ടിയ ജന്മത്തിന്റെ മുമ്പുള്ള ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായിരുന്ന ആമിന ബിബി റളിയല്ലാഹു അൻഹാക്ക് ഗർഭസമയത്തുണ്ടായിരുന്ന അത്ഭുത സംഭവങ്ങൾ, ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്ഭുത സംഭവങ്ങൾ, ഷാമിന്റെ പ്രദേശങ്ങൾ മുഴുവനും ബഹുമാന്യവാദിയായ ആമിന റളിയല്ലാഹു അൻഹാക്ക് പ്രകാശിപ്പിക്കപ്പെട്ടത്, സാവാവരാഗം വറ്റി വരണ്ടുപോയത്, കിസ്റ കൈസർ വിറച്ചുപോയത്, ആരാധിക്കപ്പെട്ടിരുന്ന തീകുണ്ഠാരങ്ങൾ അണഞ്ഞുപോയത്. നമുക്ക് ഇതൊന്ന് ആവർത്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരു സദസ്സാണ്. ആ സദസ്സിൽ ഇവിടെ SKSSFന്റെ സമുന്നതരായ പ്രവർത്തകന്മാർ നമുക്ക് നല്ലൊരു മജ്ലിസ് സംഘടിപ്പിച്ചു തന്നിരിക്കുകയാണ്. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിൽ ഇതിലേക്ക് നിങ്ങളുടെ വക നല്ല ഒരു സംഭാവന അതിൽ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സഹോദരന്മാരും സഹോദരിമാരും, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സാണ്. അവിടെ നമ്മളൊരു സദക്ക, നമ്മുടെ വകയായി ഒരു സദക്ക ഈ സദസ്സിലേക്ക്, ഇതിന്റെ ചെലവിലേക്ക് നമ്മൾ കൊടുക്കുക. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മളെന്നും നബിയെ ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രാവശ്യം ജീവിതത്തിൽ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളതൊന്ന് റിവൈൻഡ് ചെയ്തു വെക്കണം. ആരാണ് അവിടുത്തെ ഉമ്മയെന്നാൽ, ആരാ അവിടുത്തെ പ്രസവിച്ചത്, മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ ജന്മം കൊടുത്തത്, അവിടുന്ന് പാലൂട്ടിയത് ഹലീമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുക്കാൻ കൊണ്ടുപോയത്, ലംറത്തിന്റെ കൂടെ ജീവിച്ചത്, അവിടെ നിന്നുണ്ടായ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായത്, അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്, 4 വയസ്സായപ്പോ ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്, അബ്ദുൽ മുത്തലിബ് എന്ന സംരക്ഷണം ഇല്ലാതെ പോകുന്നത്, പിതൃവനായ അബൂ താലിബിന്റെ സംരക്ഷണയിൽ വളരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനാണെന്ന് നേരത്തെ വരെ പരാമർശിക്കപ്പെട്ട പോലെ അവിടെ തങ്ങളുടെ ആരാധനാ മഠത്തിൽ ചമ്രം പിടിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ഈസ നബി അലൈഹിസ്സലാമിന്റെ അനുയായിയായിരുന്ന ഒരു പാതിരി ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളത് അത്ഭുത ബാലനാണെന്ന് പറഞ്ഞ് സംസാരിച്ചത്,
തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നു, ആ പാതിരി വലിയ കച്ചവട സംഘം ഇങ്ങോട്ട് നടന്നു വരുമ്പോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ 12 വയസ്സുകാരനായ ബാലനെ കണ്ടുകൊണ്ട് പറഞ്ഞത്, ഹദാ സയ്യിദുൽ ആലമീൻ ബഅസഹുല്ലാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ നായകനാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന കച്ചവട സംഘത്തിലെ ശുയൂഖുമാർ, ശൈഖുമാർ, മക്കയിലെ ശൈഖുമാർ ചോദിച്ചത്, മാ അലിമക്, നിനക്കാരാ ഇത് പഠിപ്പിച്ചു തന്നതെന്ന് ചോദിക്കുമ്പോ, ഇന്നകും ഹൈതു അശ്റഫ്തും മിനൽ അഖബ ലം യബ്ക ശജറുൻ വലാ ഹജറുൻ ഇല്ലാ ഖറ സാജിദ വലാ യസ്ജുദൂന ഇല്ലാ ലിനബിയ്യിൻ വലാ യസ്ജുദൂന ഇല്ലാ ലിനബിയ്യിൻ വഇന്നി ലഅരിഫുഹു ബിഖാതമിൻ നബുവ അസ്ഫല മിൻ ഉളുറൂഫി കഫ്ഫിഹി എന്ന് റാഹിബ് മറുപടി പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വഴിയിലുള്ള ഓരോ മരവും ഓരോ കല്ലുകളും ഈ മനുഷ്യന് വേണ്ടി സലാം പറയുന്നുണ്ട്, എല്ലാം ഈ മനുഷ്യന് സുജൂദ് ചെയ്യുന്നുണ്ട്. കല്ലും മരവും സുജൂദ് ചെയ്യുന്നത് ഒരു പ്രവാചകന് മാത്രമാണ്, അതുകൊണ്ട് ഇതൊരു പ്രവാചകനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഞാൻ വേദങ്ങളിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള പ്രവാചകൻ ഇതുതന്നെയാണെന്ന് പറഞ്ഞു തരുന്നത് ഒരു അമാനുഷികതയാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവടം നോക്കുന്ന കച്ചവടക്കാരനായി മാറിയത്, അവിടുത്തെ സത്യസന്ധത കണ്ടുകൊണ്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തത് 25 വയസ്സുകാരനായ മക്കയിലെ ഏറ്റവും സുന്ദരനും സുമുഖനും സുശീലനുമായ 25 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുകാരിയായ 2 പ്രാവശ്യം വിവാഹം ഇടയായി വിവാഹമോചനം നേടിയ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ, തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട യുവത്വത്തിന്റെ നിമിഷം മുഴുവനും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ചെലവഴിച്ചത് അതൊരു ചരിത്രമാണ്. അത് ഓർക്കുമ്പോഴാണ് ഖദീജ ബീവിയെ ഉൾക്കൊള്ളാൻ സാധിക്കുക. കൈയിലെ കച്ചവട പ്രമുഖയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ആ ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയം അവർ തമ്മിലൊരു സംഭാഷണമുണ്ട്. ഒന്ന് മറച്ചു പിടിക്കാൻ ഒരു വസ്ത്രമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു മരണത്തിന്റെ സാഹചര്യം മക്കയിലെ വർത്തക പ്രമുഖയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് സമാഗതമാകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖദീജയുടെ വിഷമങ്ങൾ പറയുന്നുണ്ട്. ജീവിതകാലത്ത് തങ്ങൾക്ക് ഒരുപാട് ആളുകൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ, പരാമർശിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവി ഒരു ദിവസം സഹികെട്ടുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്, മക്കയിൽ ജീവിച്ചിരുന്ന പല്ല് കൊഴിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇത്രയധികം സംസാരിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് കുലീലകളായ സുന്ദരികളായ ഒരുപാട് ഭാര്യമാരെ പകരം നൽകിയില്ലയോ എന്ന് ചോദിച്ചപ്പോ ദേഷ്യം പിടിക്കുന്ന പ്രവാചകനെ കാണുന്നുണ്ട്. ആ ഖദീജയാണ്. ലോകം മുഴുവനും എന്നെ കളവാക്കിയപ്പോ എന്നെ വിശ്വസിച്ചത് ഖദീജയാ. ലോകം മുഴുവനും എനിക്ക് എല്ലാം നിഷേധിച്ചപ്പോ ആ ഖദീജയുടെ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ടാണ് ഇസ്ലാം നിലനിന്നത്. ആ ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. എന്റെ ആത്തിമ, എന്റെ ആൺമക്കളും എന്റെ പെൺമക്കളും എനിക്കുണ്ടായത് ഖദീജയിൽ നിന്നാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്നുണ്ട്. നബിയും ഖദീജയും റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം, ഉൽഫുൽ ഫുദൂലിന്റെ സംഭവം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സാകുമ്പോൾ ഗാർ ഹിറായിലേക്ക് ധ്യാന നിമഗ്നനായി പോകുന്നത്, അവിടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഖ്റഇന്റെ മന്ത്രം ഓതിക്കൊടുക്കുന്നത്, ആദ്യമായി വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെടുന്നത്, യാ അയ്യുഹൽ മുദ്ദസിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖ്റഇന്റെ ആ ആദ്യത്തെ ശബ്ദം കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അണച്ചുപിടിക്കൽ കൊണ്ട് പേടിച്ചു വിറച്ചു, പനി പിടിച്ചു വിറച്ചു ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാതിലിൽ വന്ന് മുട്ടുന്നത്. വാതിൽ തുറന്നപ്പോ പേടിച്ചു വിറച്ചു നിൽക്കുന്ന നബിയെ കണ്ടപ്പോ, പ്രിയതമനെ കണ്ടപ്പോ, പിന്നിലേക്ക് എന്റെ ഭർത്താവിനെന്തു പറ്റി എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു പിന്നിലേക്ക് വീഴാതെ നബിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, കല്ലാ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ,
എന്റെ പ്രിയതമനെ, നിങ്ങൾക്കൊരിക്കലും തന്നെ നാശം വരില്ല. നിങ്ങൾ അയൽപക്ക ബന്ധം പുലർത്തുന്നവരാ, നിങ്ങൾ നല്ലവനാണ്, നിങ്ങൾ ശ്രേഷ്ഠനാണ്, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാ, നിങ്ങൾ സത്യം പറയുന്നവരാ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവരാ, അതുകൊണ്ട് നിങ്ങളെ ദൈവം പരാജയപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് വീട്ടിന്റെ പുറത്തു നിന്ന് വിഷമനുഭവിച്ചു വരുന്ന ഒരു ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയുടെ ചിത്രം ഖദീജ റളിയല്ലാഹു അൻഹ സാന്ത്വനിപ്പിച്ചത്. വറഖത്ത് ബിൻ നൗഫലിന്റെ വീട്ടിലേക്ക് പോയത്, പ്രവാചകത്വത്തെക്കുറിച്ച് വറഖത്ത് ബിൻ നൗഫലും സംസാരിച്ചത് യാ അയ്യുഹൽ മുസമ്മിൽ ഖും ഫഅൻദിർ യാ അയ്യുഹൽ മുദ്ദസിർ എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നത്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നത്, ഖദീജ ബീവി വിശ്വസിക്കുന്നത്, അലി റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നത്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നത്, ചെറിയ ചെറിയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആകർഷരാകുന്നത്. ആളുകൾ പരസ്യമായി പ്രബോധനം ചെയ്യുമ്പോഴേക്ക് മക്കയിൽ ശത്രുക്കൾ വർദ്ധിക്കുന്നത്, ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമാകുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ മലർത്തിക്കിടത്തി ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമാകുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കുടൽമാല, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇടുന്നത്, ഒരു മനുഷ്യൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ പുതപ്പിട്ട് വലിച്ചു മുറുക്കുന്നത്, അക്രമം സഹിക്കവയ്യാതെ അബിസീനിയയിലേക്ക് ഹിജ്റ പോകുന്നത്, അബിസീനിയയിലും ശത്രുക്കൾ കടന്നു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുകൂടിയായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ കുറിച്ച് പറയുന്നത്, മക്കയിൽ വീണ്ടും അക്രമങ്ങൾ അതിശക്തമാകുന്നത്, മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഓർഡർ നൽകപ്പെടുന്നത്, അതിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് മദീനക്കാരായ ആളുകൾ കടന്നു വന്നുകൊണ്ട് ആ താഴ്വരയിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരാർ ചെയ്യുന്നത്, മദീന എന്ന പുതിയ പട്ടണത്തിൽ, യസ്രിബ് എന്ന പട്ടണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുയായികൾ ഉണ്ടാകുന്നത്, മക്കയിൽ അക്രമം വർദ്ധിപ്പിച്ചതിന്റെ നാളുകളിലൊന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ എല്ലാവിധ അക്രമങ്ങളും നടത്തി 3 മാസം ഷേബു അബീ താലിബിൽ പട്ടിണിക്കിട്ടു. പച്ചിലകൾ കഴിച്ചു, പച്ചിലകളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ദാഹിച്ചു വിളന്നും പശന്നു വലഞ്ഞും ദാഹിച്ചു ബുദ്ധിമുട്ടിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഷ്ടപ്പെട്ടത്, അനുചരന്മാർ കഷ്ടപ്പെട്ടത്, തായിഫിലേക്ക് പോയത്, അവിടുന്ന് അഭയം കിട്ടുമെന്നോ നോക്കിയത്, അവിടെ തങ്ങാടിപ്പിള്ളേരെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദങ്ങളിൽ നിന്ന് രക്തമൊഴുകിയത്, തിരിച്ചു വരുമ്പോൾ അവരെ നശിപ്പിക്കാൻ മാലാഖ കടന്നു വന്ന് ചോദിച്ചത്, അവരുടെ പിൻഗാമികളിൽ ആരെങ്കിലും നന്മയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതല്ലേ ഖൈറെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. തിരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായത്, ഖദീജ ബീവി വഫാത്തായത്, മഹാനായ അബൂ താലിബ് വഫാത്താകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുഃഖങ്ങൾ ഓരോന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചത്, മക്കയിൽ ഉറങ്ങിക്കിടന്ന കഅബയുടെ അടുത്തുറങ്ങിക്കിടന്ന ഒരു രാത്രിയിൽ ബുറാഖ് എന്ന വാഹനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് കിലോമീറ്ററുകൾ 3000 കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയത്, അവിടെ നിന്ന് അജഗന്മാർക്ക് ഇമാമായി നമസ്കരിച്ചത്, അവിടെ നിന്ന് 7ാം ആകാശത്തേക്ക്, അതിനപ്പുറത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത അപ്പുറത്തേക്ക് അള്ളാഹുവിനെ നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയതായി കണ്ടത്, അത് അന്നേ രാത്രി തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ അത് ജനങ്ങളോട് സംസാരിച്ചത്, അപ്പോൾ ആളുകൾ ചിരിച്ച് തട്ടഹസിച്ച് ചിരിച്ച് കളിയാക്കിയത്, ഒരു രാത്രിയിൽ ഒരു ദിവസം ഒരൊട്ടകത്തിന് സഞ്ചരിക്കാവുന്ന അല്പം തുച്ഛം മാത്രമായ ഒരു ദൂരത്തിന്റെ സങ്കല്പിക്കാൻ കഴിയാത്ത ദൂരങ്ങൾക്കപ്പുറം ഒരു രാത്രി കൊണ്ട് കടന്നുപോയി തിരിച്ചു വന്നു എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കാൻ, വിഡ്ഢിയെന്ന് വിളിക്കാൻ ആളുകൾ പരിഹസിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എന്റെ പ്രവാചകൻ അങ്ങനെ പറയുന്നുവെങ്കിൽ അത് സത്യമാണെന്ന് പറഞ്ഞു വിശ്വസിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനിയും പരാജയപ്പെടുത്താൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് ആ പ്രവാചകനെ നശിപ്പിക്കാൻ മക്കക്കാർ തീരുമാനിച്ചത്, മക്കയിലെ കുടുംബത്തിലെ ഓരോ ഗോത്രത്തിലെയും ആളുകൾ അതിനു വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടത്, അവർ നബിയുടെ വീട് വളഞ്ഞത്, വീട്ടിൽ ഉറങ്ങിക്കിടന്ന അലി റളിയല്ലാഹു അൻഹുവിനെ നബി തന്റെ സ്ഥാനത്ത് കിടത്തിയിട്ട് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മദീനയിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിജ്റ പോയത്, 6 സൗറിൽ നടന്ന
വന്ന മനോഹരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഖാർ സൗറിൽ 3 ദിവസം സ്വീകരിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പ്രണയത്തിന്റെ ഇഷ്കിന്റെ ശക്തി കണ്ടത് ദഹിച്ചു വളഞ്ഞ നാളുകളിലൊന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ദാഹിച്ചു വിശരായപ്പോ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്ന ആൾ ഒരു പാനപാത്രം വെള്ളവുമായി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാനത് കുടിക്കാൻ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കുടിച്ചു. ഫർതവൈതു, എന്റെ ദാഹം മാറി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി കുടിച്ചപ്പോൾ എന്റെ ദാഹം മാറി എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൂരെ പർവ്വതത്തിന്റെ മുകളിലും ഈത്തപ്പനയോലകളുടെ മുകളിൽ മരങ്ങളുടെ മുകളിലുമൊക്കെ കയറി നിന്നുകൊണ്ട് മദീനയിൽ പ്രവാചക പ്രഭുവിനെ യസ്രിബിൽ കാത്തിരുന്ന കുട്ടികളും ചെറുതും വലുതുമായ സംഘങ്ങളും തങ്ങൾക്ക് കാത്തിരുന്ന പ്രവാചകനെ സ്വീകരിക്കാൻ അവർ ത്വാലഅൽ ബദർ ചൊല്ലിയത്, തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന പ്രവാചക പ്രഭുവിനെ അവർ സ്വീകരിച്ചത്. മഹാനായ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആതിഥേയത്വം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് പള്ളി ഉണ്ടാക്കിയത്, മസ്ജിദുൻ നബവി എന്ന ഗേഹം പണിതത്, മദീനയിൽ യസ്രിബിന് മദീനത്തുൻ നബി എന്ന നാമം സ്വീകരിച്ചത്, മദീനയിൽ മനോഹരമായ ഒരു ജീവിതം തുടങ്ങിയത്, നിയമങ്ങൾ ഓരോന്നും തുടർന്ന് വിശദീകരിക്കപ്പെട്ടത്, മക്കയിലെ ഖുറൈശി പ്രമാണിമാർ യുദ്ധവുമായി കടന്നു വന്നത്, ബദർ സംഭവിച്ചത്, 313ഓളം വരുന്ന തുച്ഛം വരുന്ന അനുയായികൾ വളരെ പ്രയാസം അനുഭവിച്ച് ബുദ്ധിമുട്ടി അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ദീൻ മദീനയിലേക്ക് കടന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത്, നാഥ, എന്റെ ഈ സമൂഹം തുച്ഛം വരുന്ന സംഘം ആയുധമില്ലാത്ത, വേണ്ടത്ര ആൾബലമില്ലാതെ, വേണ്ടത്ര വിശപ്പ് ഭക്ഷണമില്ലാതെ ഒരു ഈത്തപ്പഴച്ചുകളുകൊണ്ട് നോമ്പ് തുറക്കുകയും ഒരു ഈത്തപ്പഴച്ചുകളുകൊണ്ട് അത്താഴം കഴിക്കുകയും ചെയ്യുന്ന തുച്ഛം വരുന്ന ഈ അനുയായികൾ തമ്പുരാനെ നിന്റെ കണ്ണിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ കൊച്ചു സംഘം ഈ ബദറിൽ പരാജയപ്പെട്ടാൽ ലൻ തുഅബദ ബഅദഹു അബദാ, തമ്പുരാനെ ലോകത്ത് നീ ആരാധിക്കാൻ പോകുന്നില്ല ഈ ചെറു സൈന്യം പരാജയപ്പെട്ടാലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരളുരുകി പ്രാർത്ഥിച്ചത്. ബദർ എന്ന അത്ഭുതത്തിന്റെ വിജയം സംഭവിച്ചത് ഉഹുദിലൂടെ വീണ്ടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്, ഖന്ദഖും ഹുനൈനും ഖൈബറും മുഅ്തത്തും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത്, ഇസ്ലാമിക സാമ്രാജ്യം വിശാലമാകാൻ തുടങ്ങിയത്, മക്കം ഫത്ഹിലേക്ക് ഹുദൈബിയ മുമ്പ് ഹുദൈബിയ സന്ധി ഉണ്ടായത്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാർക്ക് മുഴുവനും പ്രയാസം തോന്നിക്കുന്ന നിമിഷങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ധിക്ക് തയ്യാറായത് ലോകം അത്ഭുതത്തോടെ വിലയിരുത്തുമ്പോൾ ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനുമൊക്കെ നമ്മുടെ മനസ്സിൽ കോരിത്തരിപ്പിക്കുന്ന വലിയ വലിയ അനുഭവങ്ങളായി നിലനിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രം രചിച്ച ആളുകൾ ബദറിനെ ഹോളി വാർ എന്ന് പറയുമ്പോ, പരിശുദ്ധ യുദ്ധമെന്ന് പറയുമ്പോ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് പറയുന്നത് ഹോളി പീസ് എന്നാണ്. മനോഹരമായ പ്രഖ്യാതമായ വിഖ്യാതമായ സന്ധി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജനിക്കത്തു പോകുന്ന ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി, ലോകത്ത് വരുന്ന ജനതയ്ക്ക് ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ച, മരിക്കാൻ വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധങ്ങൾ ഓരോന്നും നിലനിർത്തുമ്പോ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ, വിജയം ഉറപ്പില്ലാത്ത ഘട്ടങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ ആൾനാശവുമായി തിരിച്ചു വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജയിക്കുമെന്നുറപ്പുള്ളപ്പോ, നബിയെ, അങ്ങേക്ക് അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകരല്ല നബിയെ, അങ്ങയുടെ റബ്ബ് അല്ലാഹുവാണ്, അങ്ങേക്ക് ഉറപ്പില്ല നബിയെ എന്ന്, എന്തിനാ നിങ്ങൾ ഈ അപമാനം സഹിക്കാൻ നിൽക്കുന്നത് എന്ന് എന്നും സത്യത്തിന് വേണ്ടി നിലയുറപ്പിച്ച ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലും നബിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട്, നബിയെ, അപമാനം സഹിക്കാവുന്ന ഒരു സന്ധി സംഭാഷണത്തിന് എന്തിനാ നമ്മൾ ഒപ്പുവെക്കുന്നതെന്ന് ചോദിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അനുചരന്മാർക്കിടയിൽ മക്കക്കാരോട് സന്ധി ചെയ്യുന്ന, ഏറ്റവും വലിയ സന്ധിക്ക് കടമൊഴുക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ധി ചെയ്തത് അതിന്റെ അനുരണനമെന്നോണം മക്കയിലെ ഓരോ ഗോത്രക്കാർ ദീനിലേക്ക്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരുപാട് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നത്, മക്കം ഫത്ഹ് സംഭവിച്ചത്, മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളി കേൾക്കുന്നതിന്റെ അപ്പുറത്ത് കിടക്കുന്ന മരുഭൂമിയിലെ മണൽത്തരികളിൽ
മലർത്തിക്കിടത്തപ്പെട്ട് മുകളിൽ കല്ല് വെച്ച് ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച് മാറടാ നീ സ്വീകരിച്ച പുതിയ മതത്തിൽ നിന്നെന്ന് ഉദ്ഘോഷിക്കുന്നവരോട് അഹദിന്റെ മന്ത്രം മുഴക്കി എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് വിളിച്ചു പറഞ്ഞു അതിന്റെ പേരിൽ പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ അടിമയായി മക്കയിലേക്ക് കടന്നു വന്ന് ചന്തകളിൽ വിൽക്കപ്പെട്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മദീനയിൽ പള്ളി നിർമ്മിച്ചപ്പോ ആ ബിലാലിനെ വിളിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുപ്പിച്ചത്. മക്കം കീഴടക്കിയപ്പോ കഅബ ശരീഫ് കീഴടക്കിയപ്പോ അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കാൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് ലാ തസ്രീബ അലൈക്കുമുൽ യൗമ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് പ്രതികാരം ചോദിക്കുന്നില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഒളിച്ചിരുന്ന ആളുകൾ തിരിച്ചു വന്നത് ബദറിന്റെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി റളിയല്ലാഹു അൻഹുവിനും അപ്പ് കൊടുത്തത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പിച്ച് ചീന്തി കവിച്ചു ചവച്ചു തുപ്പി ആ ഹിന്ദെന്ന സ്ത്രീക്ക് റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന പാകത്തിൽ പുറത്തു കൊടുത്ത് ദീനിലേക്കുള്ള വഴി തെളിച്ചു കൊടുത്തത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചത് മക്കം ഫത്ഹ് കഴിഞ്ഞ് അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചത് അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയത് ഇഖ്റ കൊണ്ട് തുടങ്ങിയ ആദ്യത്തെ ശബ്ദം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദീനിനെ പൂർത്തീകരിച്ചു കൊടുത്തത് കൂട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് നബിയെ അങ്ങയുടെ അന്ത്യത്തെ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അങ്ങൊരു സന്ദേശവുമായി വന്നതാ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചു, ഈ സന്ദേശം പൂർത്തീകരിച്ചെന്ന് പറയുമ്പോൾ നബിയെ അങ്ങയുടെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പാണെന്നോർത്ത് കരഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം ബാധിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് തന്റെ ഏറ്റവും പ്രിയതമയായ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവസാനത്തെ ദിവസത്തിന്റെ രാത്രി തന്റെ തലേരാത്രി പോലും ആരാധന കൊണ്ട് പൂർണ്ണമാക്കുന്നത്, താൻ ഒരുപാട് ആളുകൾക്ക് സദഖ കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് രാത്രി ലോകം മുഴുവനും കീഴടക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് ഇത്ര സൗകര്യങ്ങളിൽ, ഇത്ര നല്ല വീടുകളിൽ, ഇത്ര നല്ല ഒരു രാത്രി ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ കല്യാണത്തിനും ഇന്നത്തെ ഞായറാഴ്ചത്തെ കല്യാണത്തിനും അടുത്ത ഞായറാഴ്ചത്തെ കല്യാണത്തിനും വേറെ ഡ്രസ്സ് ധരിക്കാനുള്ള, അത് വാങ്ങാനുള്ള, വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ, മൊബൈൽ ഫോണുകൾ മാറ്റി വാങ്ങാൻ, ജീവിതത്തിന്റെ സുഖങ്ങൾ ഒരുപാട് അനുഭവിക്കാൻ പാകത്തിൽ വളർന്ന ഈ തലമുറയെ കാണാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ മദീനയിലെ മസ്ജിദുൻ നബവിയോട് ചേർന്ന് കിടക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അതിന്റെ അകത്ത് ഒരു തോൽപാത്രത്തിൽ വെള്ളം ഇറക്കാൻ ഒരു ഈത്തപ്പനയുടെ ഓല മടക്കി വെച്ചത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് തലച്ച് കിടക്കുന്നത്, രോഗം മൂർച്ഛിക്കുന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ലോകത്ത് അനുഗ്രഹം ലഭിച്ച വലിയ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ വായൊന്ന് മിസ്വാക്ക് ചെയ്തു തരണേ എന്ന് പറയുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കാൻ, പല്ല് തേച്ചു കൊടുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ മിസ്വാക്ക് എടുക്കുകയാണ്. അതിന്റെ ഉരമുള്ളത് കൊണ്ട് അത് മിനുസപ്പെടുത്താൻ, മയപ്പെടുത്താൻ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിലെ ഉമിനീര് ഉപയോഗിക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹ ഉമിനീര് ഉപയോഗിച്ച് ബ്രഷ് മയപ്പെടുത്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ വെച്ച് പല്ല് തേച്ചു കൊടുക്കുകയാ. ഈ ആയിഷ ബീവിക്ക് പറയാൻ, ആയിഷ ബീവി നമ്മളോട് അഭിമാനം പറയുകയാണ്, എന്റെ ഉമിനീര് അവസാനമായി എന്റെ ഹബീബിന്റെ ഉമിനീരുമായി ചേർന്നിട്ടുണ്ടെന്ന് പറയുമ്പോ മദീനയിലെ മസ്ജിദുൻ നബവിയുടെ അടുക്കൽ, മസ്ജിദുൻ നബവിയിൽ റൗള ഷരീഫിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പിന്നീട് ഒരുപാട് ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പരാമർശിക്കുമ്പോ, ആയിഷ റളിയല്ലാഹു അൻഹയെ എതിർത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹം വന്നപ്പോ
ഐഷ ബീവിക്ക് വേണ്ടി ഒരു സ്പാനിഷ് ഒരു ഇസ്ലാമിക മുസ്ലിം സ്പെയിനിലെ അന്തലൂഷ്യയിലെ ഒരു സ്പാനിഷ് കവി മനോഹരമായി പാടുന്നുണ്ട് ഐഷ ബീവിയുടെ മാർഗത്തിൽ. നിങ്ങൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നത്? നിങ്ങൾ വന്ന് സലാം പറയുന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന വീട് അൽ ബൈത്തു ബൈത്തി, അൽ ബൈത്തു ബൈത്തി എന്റെ വീടാണ്, അൽ മക്കാനു മക്കാനി അതെന്റെ സ്ഥലമാണ്, എന്റെ ഉടമാവകാശത്തിൽപ്പെട്ട സ്ഥലമാണ്, അവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവാണെന്ന് അഭിമാനം പറയുന്ന ആ ഭർത്താവിന്റെ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടുത്തെ അവസാനം അവിടുത്തെ ഉമ്മുനീരിനോട് ചേർന്നത് എന്റെ ഉമ്മുനീരാണെന്ന് പറയുന്നുണ്ട് മഹദിയായ ഐഷ റളിയല്ലാഹു അൻഹ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് അവസാനത്തെ ഖുർആനിന്റെ ആയത്തിന്റെ തൊട്ട് മുമ്പ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആഖിറത്തിനെ കുറിച്ച്, വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്, വാർത്ത മദീനയിൽ പരക്കുന്നത്, ആളുകൾക്ക് വിശ്വാസം വരാതിരിക്കുന്നത്, പ്രണയം കൊണ്ട് മൂടിയ ആ മനസ്സുകൾ ഒരിക്കലും നബി മരിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ പ്രമുഖനായിരുന്ന, ഭരണാധികാരികളിൽ വിഖ്യാതരായിരുന്ന, മാറ്റം കൊണ്ടുവന്ന പരിഷ്കർത്താക്കളിൽ ലോകം ഏറ്റവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ പക്വമതിയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പോലും തന്റെ സ്ഥൈര്യം നഷ്ടപ്പെട്ടത്, താൻ വാളെടുത്തു പിടിച്ച് ആരെന്റെ പ്രവാചകൻ മരിച്ചെന്ന് പറഞ്ഞോ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു വന്നത്, അവിടെ അപ്രത്യക്ഷനായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് മെല്ലെ കടന്നു വന്നത്, തുമന്ദഹാസം പൂകി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ എവിടെയോ പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത് തന്റെ മകൾ കൂടിയായ ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, ആളുകൾ ആരുടെയും മുഖത്ത് നോക്കാതെ വീട്ടിന്റെ അകത്തേക്ക് പോയത്, മൂടിപ്പുതച്ച് കിടക്കുന്ന ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചർഫാക്കപ്പെട്ട ആ പുണ്യമയ്യത്തിന്റെ മുകളിൽ കിടന്നിരുന്ന ആ മൂടുപടം മെല്ലെയൊന്ന് പൊക്കി നോക്കി, ഒന്ന് ആ കവളത്തുമ്മ വെച്ച് ആ എല്ലാവിധ ദുഃഖവും മനസ്സിൽ താങ്ങി പുറത്തേക്ക് വന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും ധൈര്യം നഷ്ടപ്പെടുമ്പോ ആരെങ്കിലും സ്ഥൈര്യത്തോടെ നിൽക്കണം. ലോകം ഏറ്റവും ധൈര്യം നഷ്ടപ്പെട്ട, ഏറ്റവും പ്രയാസം അനുഭവപ്പെട്ട, ഏറ്റവും വിഷമിച്ചൊരു ഘട്ടത്തിൽ ധൈര്യപൂർവ്വം നിന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്രയേലിൽ കൂടെ നിന്ന മനുഷ്യൻ സൗറിൽ കൂടെ നിന്നുകൊണ്ട് പാളങ്ങൾ ഓരോന്നും അടച്ച് തന്റെ പെരുവിരൽ കൊണ്ട് പാമ്പിരിക്കുന്ന മാളം ചവിട്ടിപ്പിടിച്ച് പാമ്പ് കൊത്തിയപ്പോഴും മടിയിൽ കിടന്നുറങ്ങുന്ന ഹബീബിനെ ഉണർത്താതെ തന്റെ കണ്ണുനീരുറ്റി ഹബീബിന്റെ മുഖത്ത് വീണപ്പോൾ ഉണർന്നുപോയി ചെറുത്തുപിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, നിരാ പ്രവാചക പ്രഭു വഫാത്തായിരിക്കുന്നു, അത് നിങ്ങൾ അംഗീകരിച്ചു പറ്റൂ എന്ന് വിളിച്ചു പറഞ്ഞത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ആ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ആ ജീവിതത്തെ പ്രണയിച്ച, ആ ജീവിതത്തെ ഇഷ്ടപ്പെട്ട, ആ ജീവിതത്തോട് ചേർത്ത ഒരുപാട് സഹാബത്തിനെ കാണാൻ നമുക്ക് സാധിക്കണം. നബിയെ, അങ്ങയെ കണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ തോട്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോ ഞാൻ വീണ്ടും ഓർക്കുകയാണ് നബിയെ, അങ്ങയെ കാണാൻ ഓർക്കുകയാണ്. വീണ്ടും ഞാൻ മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് വരും. ഒരു ദിവസം ഒരു സഹാബി ഇരുന്ന് കരയുകയാണ്. മായുബക്കീക, എന്താ നിന്നെ കരയിച്ചതെന്ന് ചോദിക്കുകയാണ്. നബിയെ, ഞാൻ ഇടക്കിടക്ക് മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ വന്നിരിക്കും, അങ്ങയുടെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേൾക്കും, അങ്ങയെ എങ്ങനെ നോക്കിയിരിക്കും, എന്റെ കണ്ണിൽ മുഴുവനും അങ്ങാണ് നബിയെ, എന്റെ മനസ്സിൽ മുഴുവനും അങ്ങാണ്. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോയാൽ പിന്നെയും എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റും. നബിയെ, ഞാൻ എന്റെ മരണത്തെക്കുറിച്ച് ഓർത്തുപോയി, ഞാൻ അങ്ങയുടെ വഫാത്തിനെ കുറിച്ച് ഓർത്തുപോയി. നബിയെ, ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രികമായ ലോകത്ത് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ കൊണ്ടുപോയേക്കാം. നബിയെ, പാവപ്പെട്ട ഈ മനുഷ്യന് ഒരുപക്ഷെ അങ്ങയോടുള്ള സാമീപ്യം കാരണം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. പക്ഷേ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ തുറക്കുന്ന ഇടങ്ങളിൽ എവിടെയോ ഒരു ചെറിയ സ്ഥാനം ലഭിക്കുന്ന എനിക്ക് സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ വലിയ പ്രവാചകന്മാരോട് കൂടെ ഇരിക്കുന്ന നബിയെ, അങ്ങയുടെ സാമീപ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടാതെ നിശബ്ദനായി എന്തു പറയണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുമ്പോ നബി വിയർത്തു പോവുകയാണ്. നബിയുടെ ഭാവം മാറുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങുകയാണ്. വമൻ യുതഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എന്റെ സാമീപ്യം നഷ്ടപ്പെടുന്നുവെങ്കിൽ, എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഞാനിതാ അങ്ങേക്കൊരു മാർഗം പറഞ്ഞു തരാം. ഖുർആൻ ഇറങ്ങുകയാണ്. വമൻ യുതഇല്ലാഹ വർ-റസൂല,
അള്ളാഹുവിനെയും അവിടുത്തെ പ്രവാചകരെയും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സുലഹാക്കളോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്നിന്റെ പാഠം. അതാണ് അള്ളാഹുവിന്റെ ഹബീബിനെ നെഞ്ചോട് ചേർത്തുവെക്കാൻ, ഈ കണ്ണുകൊണ്ടൊന്ന് കാണാൻ, ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാതെ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം പ്രസവിക്കപ്പെട്ട പാപികളായ, ദോഷികളായ, ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം കണ്ണഞ്ചിച്ച് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട, ജീവിതം മുഴുവനും ഉറങ്ങിത്തീർക്കാനോ, മൊബൈലുകളിൽ ഗെയിം കളിച്ചു തീർക്കാനോ, സിനിമാ തിയേറ്ററുകളിൽ കണ്ടു തീർക്കാനോ, വീട്ടകങ്ങളിൽ ഒളിപ്പിച്ച് വീട്ടകങ്ങളുടെ അകത്ത് നമ്മുടെ ജീവിതം മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ടെലിവിഷനുകളുടെ മുമ്പിൽ ജീവിച്ചു തീർക്കാനോ, ഭക്ഷണം കഴിച്ചു തീർക്കാനും, വസ്ത്രം ധരിച്ചു തീർക്കാനും, അണിഞ്ഞൊരുങ്ങാനും, നടക്കാനും, ഇരിക്കാനും, സൊറ പറയാനും ഒക്കെ മാത്രം വിധിക്കപ്പെട്ട ഈ പാപികളായ എന്റെ പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം പ്രസവിക്കപ്പെടാൻ നിർഭാഗ്യവാന്മാരായ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അള്ളാഹു ഓഫർ നൽകുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാണ്. എനിക്കും നിങ്ങൾക്കും പ്രവാചകന്റെ സാമീപ്യമുണ്ട്. ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ, ആ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ പ്രവാചകന്റെ ഒപ്പം ജീവിക്കാൻ, ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാൻ, ആ പ്രവാചകൻ ആഗ്രഹിച്ചത് ആഗ്രഹിക്കാൻ, ആ പ്രവാചകൻ മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോ ഇടതുകാലെടുത്ത് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ദിക്ർ ചൊല്ലി മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ മനസ്സുകൊണ്ട് ദുആ ചെയ്ത് അല്ലാഹുമ്മ തഗ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ് എന്ന് ദുആ ചെയ്ത് പുറത്തിറങ്ങുമ്പോ ഏതെങ്കിലും കാലെടുത്ത് വെക്കുന്നതിന് പകരം വലതു കാലെടുത്ത് വെച്ച് ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി എന്ന ദിക്ർ ചൊല്ലി പുറത്തിറങ്ങുമ്പോ മുഅ്മിനിന്റെ ആ ഒരു ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാവുകയാണ്, റസൂലിന്റെ ഇഷ്ടപ്പെട്ടതാവുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകി ബിസ്മി ചൊല്ലി ആവശ്യമുള്ളത് മാത്രം ഭക്ഷണം കഴിച്ച്, ഒരു ഭക്ഷണം വീണുപോയാൽ അത് റസൂല് പറഞ്ഞതുകൊണ്ട് അത് എടുത്ത് അതിൽ ചളിയുണ്ടെങ്കിൽ ഒഴിവാക്കി, എത്ര രീതിയിലാണെങ്കിലും വലത് കരം കൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ച്, ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ ഇടത് കരം കൊണ്ടാ പിടിക്കുക, കഴുകുന്ന കരം കൊണ്ടാണ് വേറൊരാൾക്ക് ഭക്ഷണം എടുത്തിട്ട് കൊടുക്കുക പോലും ചെയ്യുക. നമ്മൾ എവിടെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എവിടെയാണ്? ഭക്ഷണത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പറഞ്ഞു. വീണുപോയ ഭക്ഷണത്തെ നമ്മൾ മക്കളോട് പോലും എടുക്കണ്ടെന്ന് പറയും, നമ്മളും എടുക്കൂല, അത് വീണു പോകട്ടെ എന്ന് വിചാരിക്കും. ഭക്ഷണത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു ഷഫീഉൽ ബറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പരസ്പരം കാണുമ്പോൾ സലാം പറയാൻ പഠിപ്പിച്ചു, പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു, കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യാൻ പഠിപ്പിച്ചു, ബശാശത്തുൽ വജ്ഹ് സദഖയാണെന്ന് പഠിപ്പിച്ചു. മാതാവിനെയും പിതാവിനെയും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും റസൂലിന്റെ വഴിയാണെന്ന് പഠിപ്പിച്ചു. ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുന്നത്, ദേഷ്യം പിടിക്കാതിരിക്കുന്നത്, നല്ല സ്വഭാവം കാണിക്കുന്നത്, എല്ലാം വെറുപ്പ് കാണിക്കാതിരിക്കുന്നത്, ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തോട് ചേർത്തുവെക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചര്യയിലൂടെ നമ്മോട് പഠിപ്പിക്കപ്പെടുന്നത്. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പ്രണയിച്ചു. ഒരു ഈത്തപ്പനയുടെ തണ്ട് പോലും ചരിത്രം പറയുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ അധികം നീട്ടി പറയുന്നില്ല, ഇത് ഞാൻ വെറും ഒരു ഉണർത്തൽ മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു വിശാലമായ ജീവിതമാണ്. ഒരുപാട് തലമുറകളിൽ എഴുതി തീരാതെ, ഒരുപാട് പുസ്തകങ്ങളിൽ പറഞ്ഞു തീരാതെ ഇന്നും നബിയെക്കുറിച്ച് ബയോഗ്രഫികൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പാട്ടുകൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗാനങ്ങൾ ആലപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കവിതകൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തു ചെയ്യാൻ സാധിച്ചു? വീട്ടിലിരുന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഒന്ന് സ്മരിക്കാൻ മക്കളും കുടുംബക്കാരും എല്ലാം ഒരുമിച്ചുകൂടി, ഒരു ഉമ്മയും ഒരു ഉപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചുകൂടി നമ്മൾ എന്തെല്ലാം കാര്യം ചർച്ച ചെയ്യുന്നു. നമുക്ക് നബിയെക്കുറിച്ച് കുറച്ചു നേരം പറയാൻ, ഓരോരുത്തർക്കും അറിയുന്ന കഥകൾ പറയാൻ നമുക്ക് സാധിക്കുമോ? അവിടെ നമുക്ക് അലർജി തോന്നുന്നു, അവിടെ നമുക്ക് റസൂലിനോടുള്ള ഇഷ്കിന്റെ, മഹബത്തിന്റെ, ഇഷ്ടത്തിന്റെ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നു. ഒന്ന് വീട്ടിലിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, കേവലമായ ഒരു മൗലൂദ് ചെല്ലുന്നതിനപ്പുറം, അതൊരു ചടങ്ങായി കാണുന്നതിനപ്പുറം അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. റസൂലിനെ ചേർത്തുവെക്കാൻ അബ്ദിബു ഔലാദക്കും സലാത്ത ഖിസാലിൻ ഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈതിഹി വഖിറാഅത്തുൽ ഖുർആൻ. നബിയെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മക്കൾക്ക് നബി എന്ന് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാൻ സാധിക്കണം. നബി പറഞ്ഞതുകൊണ്ട് മോൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നബിയോട് എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് നബി പറഞ്ഞത് ഞാൻ ചെയ്യുമെന്ന് പറയാൻ സാധിക്കണം. അതിന് നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും പറ്റില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് അല്പം കുറച്ച് മിഠായി വാങ്ങിക്കൊണ്ടുവന്ന്, കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് മക്കളൊപ്പം ഇരുന്ന്
നിങ്ങൾക്കറിയുന്ന നബിയുടെ ചരിത്രം പറയുക, അവർക്കറിയുന്ന ചരിത്രം പറയട്ടെ, നബിയെ പരാമർശിക്കപ്പെടട്ടെ, നബി ഓർക്കപ്പെടട്ടെ. നമ്മുടെ വീട്ടിന്റെ അകങ്ങളിൽ അങ്ങനെ ഇഷ്ക് റസൂലിന്റെ ഇഷ്ക് മജ്‌ലിസുകൾ ഉണ്ടാക്കപ്പെടട്ടെ. അതൊരുപാട് പണം കൊടുത്ത് നിർമ്മിക്കപ്പെടേണ്ടതല്ല, നമ്മുടെ മനസ്സുകളിൽ നിന്ന് വരേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം ഒരു ഈത്തപ്പനയുടെ തണ്ട് പോലും ആഗ്രഹിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, കാനൽ മസ്ജിദു മസ്ഖൂഫൻ അലാ ജുദൂഇൻ മിൻ നഖലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ആദ്യകാലത്ത് ഈത്തപ്പനയുടെ തണ്ടുകൾ കൊണ്ടും ഓലകൾ കൊണ്ടും മറച്ചും തൂണുവെച്ചും നിർമ്മിച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ യഖൂമു ഇലാ ജദ്ഇൻ മിൻഹാ, അതിൽപ്പെട്ട ഒരു മരക്കഷ്ണം പിടിച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗം നടത്തിയിരുന്നത്. ഫലമ്മാ സുനി അലഹുൽ മിമ്പർ, വേറൊരു റിപ്പോർട്ടിൽ കാണാം, അൻസാരികളിൽപ്പെട്ട ഒരാൾ ഞങ്ങളൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സമ്മതം കൊടുത്തു. പുതിയ മിമ്പർ വന്നു. നബി അതിൽ കയറി നിൽക്കാൻ തുടങ്ങിയപ്പോ ആ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈത്തപ്പനയുടെ ആ തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുത്തിപ്പിടിച്ചിരുന്ന ഈത്തപ്പനയുടെ തണ്ടിനെ മൂലയിലേക്ക് മാറ്റിവെച്ചു. സഹാബത്ത് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ദിവസം അതിലേക്ക് കയറി നിന്നപ്പോ, പുതിയ മിമ്പറയിലേക്ക് കയറി നിന്നപ്പോ ഫസാഹത്തിൻ നഹ്ലതു സിയാഹസ് സബി, വേറെ ഹദീസിൽ കാണാം അനീനൽ ജിദഇ, ഒരു തേങ്ങിക്കരച്ചിൽ ഞങ്ങൾ കേൾക്കുകയാണ്. ഇതിന് നിങ്ങളുടെ റീസൺ മാറ്റിവെക്കണം, നിങ്ങളുടെ യുക്തിചിന്ത മാറ്റിവെക്കണം. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങളൊരു മൂലയിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. തേങ്ങിക്കരയുന്നത് ഒരു ഈത്തപ്പനയുടെ കഷ്ണമാണ്. സുമ്മ നസല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരികയാണ്. ഫലമ്മഹ ഇലൈഹി തഇന്നു അനീനസ് സബി, അത് ഒരു കുട്ടിയുടെ തേങ്ങിക്കരച്ചിൽ പോലെ തേങ്ങിക്കരയുന്ന ഒരു ഈത്തപ്പന കഷ്ണം. ആ ഈത്തപ്പന കഷ്ണത്തെ നബി ചേർത്തു പിടിക്കുകയാണ്. ഫസക്കത, അങ്ങനെ അത് അണങ്ങുകയാണ്, അത് അടങ്ങി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കൊതിച്ച് കരയുന്ന, തനിക്ക് പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ ഇതുവരെ തനിക്ക് റസൂലിന്റെ കരങ്ങളുടെ തലോടൽ കെട്ടിയിരുന്നു. നബിയുടെ സംസാരം ആദ്യം കേട്ടിരുന്നത് നബിയുടെ കരത്തിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന ഞാനായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞുപോയ ഒരു ഈത്തപ്പന കഷ്ണത്തെ കുറിച്ച് ആലോചിച്ചു മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ മഅ്ശറൽ മുസ്ലിമീൻ അൽ ഖശബതു തഹിന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൗഖൻ ഇലാ ലിഖാഇഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിം സമൂഹമേ, ഒരു ചെറിയ വടിക്കഷ്ണം, ഒരു ചെറിയ മരക്കഷ്ണം, അത് റസൂലുള്ളാഹിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ലിഖാ ആഗ്രഹിച്ചുകൊണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപ്യം ആഗ്രഹിച്ചതുകൊണ്ട് അത് തേങ്ങി കരയുകയാണ്. വനഹനു അൻതും അഹഖു അൻ തസ്താഖു ഇലൈഹി, നബിയെ സ്നേഹിക്കാൻ, നബിയെ ആഗ്രഹിക്കാൻ, നബിയെ മോഹിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഈത്തപ്പന കഷ്ണത്തെക്കാളും നിങ്ങളാണ് ഏറ്റവും കടപ്പെട്ടവർ. യഹിന്നുൽ ജദ്ഉ മിൻ ശൗഖിൻ ഇലൈക വയദ്റുഫു ദമ്മഹു ഹുസ്നൻ അലൈക വയജ്ഹസു ബിൽ ബുകാഇ വബിൻ നഹീബി ലിഫഖദി ഹദീതികും വകദാ യദൈക ഫമാലി ലാ യഹിന്നു ഇലൈക ഖൽബി വഹിൽമി അൻ ഉഖബ്ബില മുഖലതൈക വഇൻ അൽഖാക ഫീ യൗമിൽ മആദി വയഫഅമു നാദിരി മിൻ വജ്നതൈക ഫിദാക ഖറാബതി വജമീഅ മാലി വബദുൽ മുജ്ദതി ദൗമൻ ഫിദാക. ഒരു ഈത്തപ്പന കഷ്ണം പോലും അങ്ങയെ മോഹിച്ചുകൊണ്ട്, അങ്ങയെ ആഗ്രഹിച്ചുകൊണ്ട് തേങ്ങിക്കരയുന്നുവെങ്കിൽ, അത് ഉറക്കെ കരയുന്നുവെങ്കിൽ, അങ്ങയുടെ സംസാരവും പിടുത്തവും നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് തേങ്ങിക്കരയുന്നുവെങ്കിൽ, ഫമാലി ലാ യഹിന്നു ഇലൈക ഖൽബി, എനിക്ക് എന്താ സംഭവിച്ചു പോയത്? എനിക്ക് അനുഗ്രഹം നൽകിയ, എനിക്ക് അല്ലാഹുവിലേക്ക് വഴി നടത്തിയ, എനിക്ക് നന്മാർഗം ദർശിപ്പിച്ചു തന്ന, എന്നെ ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച, എനിക്ക് സ്വർഗത്തിലേക്ക് കവാടം തുറന്നു തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആ പുണ്യപ്രവാചകനിലേക്ക് എന്തുകൊണ്ടാണ് എനിക്ക് മോഹം ജനിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ പ്രവാചകന്റെ കവിൾത്തടത്തിലൊന്ന് ചുംബിക്കണമെന്ന് എനിക്ക് മോഹം വരാത്തത്? എന്താണ് ഞാൻ പാരത്രികമായ ലോകത്ത് ആ പ്രവാചകരെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് എനിക്ക് പറയാനുണ്ടാവുക? അതുകൊണ്ട് ഫിദാക ഖറാബതി വജമീഅ മാലി വഅബ്ദുൽ മുഹ്ജതി ദൗമൻ ഫിദാക, ഞാനെല്ലാം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് റസൂലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പ്രണയിക്കാൻ, ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ, ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നന്മ ചെയ്യാൻ, അതൊരു വലിയ വ്യത്യാസമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പ്രണയത്തിന്റെ പേരിലാകണം നമ്മുടെ നമസ്കാരം, പ്രണയത്തിന്റെ പേരിലാകണം. മറ്റൊരു ബാധ്യതയാണ്.
ബാധ്യതയാണ്. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രണയിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ എന്തും ചെയ്യാനും മനുഷ്യൻ തയ്യാറാകുന്നു. അവർ ഇഷ്ടപ്പെടുന്ന എന്തും ചെയ്യാനും തയ്യാറാകുന്നു. ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രണയിക്കപ്പെടേണ്ടത്, ഒരു മുസ്ലിമിന്റെ മനസ്സിലെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനായി ഉയർന്നു നിൽക്കേണ്ടത്, ചങ്കിലെ ചോരയായി മനസ്സിലെ മാണിക്യമായി നിൽക്കേണ്ടത് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തെ സർവ്വ മനുഷ്യരെക്കാളും, മാതാപിതാക്കൾ, മക്കൾ, സന്താനങ്ങളെക്കാൾ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരാകണം. ആ നബിയെ, പ്രിയപ്പെട്ടവരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കാൻ, ഇഷ്ടപ്പെടാൻ മദീനയിലെ തന്റെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഓടി വരികയാണ്. തൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് വിളിച്ചു പറയുകയാണ്. സഹാബി ആ മനുഷ്യൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നു. നബി വഫാത്തായി എന്ന് പറയുന്നു. ആ മനുഷ്യൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അല്ലാഹുമ്മ അഅ്മിനി, ആകാശത്തേക്ക് കര ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഅ്മിനി, പടച്ചവനെ എന്റെ കണ്ണ് നശിപ്പിക്കണേ, എനിക്ക് ഇനി ലോകത്തൊന്നും കാണണ്ട, എന്റെ ഹബീബിനെ കാണാത്ത ലോകത്ത് എനിക്ക് ലോകത്തൊന്നുമേ കാണണ്ടെന്ന് പറഞ്ഞ് ഫഅമിയ മക്കാന, അവിടെ നിന്ന് അന്ധനായി പോവുകയാണ് മഹാനായ സഹാബി വര്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം കാരണം മരിച്ചു, വഫാത്തായി. മദീനയിൽ നിൽക്കാൻ സാധ്യമല്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, ഇനി എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് കരച്ചിൽ വരികയാണ്. അബൂബക്കർ സിദ്ദീഖ്, എന്നെ ഇവിടെ നിൽക്കാൻ, ഖലീഫ എന്നെ ഇവിടെ നിൽക്കാൻ പറയിപ്പിക്കരുത്. യാത്ര പോവുകയാണ്. സമ്മതം കിട്ടിയ ബിലാൽ റളിയല്ലാഹു അൻഹു ദിമഷ്കിലേക്ക് യാത്ര പോവുകയാണ്. പിന്നീട് ഒരു നാളിൽ നബിയെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. എന്നെ ഒഴിവാക്കിയത് എന്ന് ചോദിക്കുകയാണ്. മദീനയിലേക്ക് പുലരുന്നതിന് മുമ്പേ ബിലാൽ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. മദീനയിലെത്തിയപ്പോ ആളുകളൊപ്പം കൂടുകയാണ്. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടുകയാണ്. ഒന്ന് ബാങ്ക് വിളിക്കണേ ബിലാൽ, അങ്ങയുടെ ബാങ്കൊന്ന് കേൾക്കാൻ. നബി വഫാത്തായതിനു ശേഷം അങ്ങയുടെ ബാങ്കൊന്ന് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നിർബന്ധം സഹിക്കവയ്യാതെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ, താൻ പ്രവാചകന്റെ സന്നിധിയിൽ ബാങ്ക് കൊടുത്ത് പരിശീലിച്ച ആ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങളിൽ കയറി നിൽക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോഴേക്ക് ആളുകൾ ഏതോ ട്രാൻസ് മൂഡിലേക്ക് മാറുകയാണ്. എന്തോ ഓർത്തു പോവുകയാണ്. ചില മണം കേൾക്കുമ്പോ, ചില ശബ്ദം കേൾക്കുമ്പോ, ചില സ്ഥലത്തെത്തുമ്പോ കുട്ടിക്കാലത്തേക്കോ ജീവിതത്തിലെ ചില നിമിഷങ്ങളിലേക്കോ തിരിച്ചു പോകുന്ന പോലെ ആളുകൾ റസൂലിന്റെ കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ചരിത്രം എഴുതുന്നു, മദീനയിലെ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. കുട്ടികളും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പുറത്തേക്ക് ഒഴുകുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, ഈ ശബ്ദം മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ബിലാലിന്റെ ശബ്ദം അവർ കേട്ടത് റസൂലുള്ളാഹിന്റെ കാലത്ത്. അതുകൊണ്ട് ആളുകൾ വന്നു ചോദിക്കുകയാണ്, എവിടെയാണ് റസൂൽ എന്നാ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ ബിലാൽ എന്നല്ല ചോദിക്കുന്നത്. ആളുകൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞ് ബാങ്ക് നിർത്തുകയാണ്. എന്നിട്ട് ആളുകളോട് സമ്മതം ചോദിച്ച് മദീനയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി അധികം വൈകാത്തൊരു ദിവസം മരണത്തിന്റെ സമയം അടുത്തു നിന്നപ്പോ മഹദിയായ തന്റെ ഭാര്യ അടുത്തു നിന്നുകൊണ്ട് കരയുകയാണ്. മരണം സമാഗതമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ടു പോകുമെന്ന വിഷമം കാരണം മഹദിയായ തന്റെ ഭാര്യ കരയുകയാണ്. വാ ഹുസനത, എന്റെ ദുഃഖമേ, എന്റെ വിഷമമേ എന്ന് വിളിച്ചു പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമ, നീ അങ്ങനെ പറയരുത്. ഞാൻ കാലങ്ങളായി മോഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ആഗ്രഹമാണ്. വാ തറബ, എന്റെ സന്തോഷമേ, എന്റെ ആനന്ദമേ. അൽകാ മുഹമ്മദൻ അസ്ഹാബ, നാളെ ഞാൻ മുഹമ്മദ് നബിയെയും തന്റെ സഹാബത്തിനെയും കണ്ടുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ ആനന്ദമേ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട, പ്രണയിച്ച, ആഗ്രഹിച്ച, മോഹിച്ച ആ ആളുകളുടെ വഴിയെ നബിയെ ഇഷ്ടപ്പെടാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ
അവിടുത്തെ മധുഹുകൾ, അവിടുത്തെ പാട്ടുകൾ ജീവിതത്തിൽ നിരന്തരമായി നമുക്കത് കേൾക്കാൻ സാധിക്കുന്നു. ഇന്ന് ഒരുപാട് എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ ചെറുപ്പക്കാരായ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകമെത്ര മാറിയാലും റസൂലിനെ കുറിച്ചുള്ള സ്മരണകളും അനുഗ്രഹങ്ങളും ഒക്കെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും. അമേരിക്കയിലെ വലിയൊരു പ്രബോധകനായ ഹംസ യൂസുഫിന്റെ പുതിയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കവിതകൾ ലോകത്ത് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. I envy the sand that met his feet. I am jealous of honey he tasted sweet. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്റെ പാദങ്ങൾക്ക് അടിയിൽ പതിഞ്ഞുപോയ മണ്ണിനോടും മണലിനോടും എനിക്ക് അസൂയയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രുചിച്ച തേനിനോട് എനിക്ക് അസൂയയാണ്. Of birds that hovered about his head. നബിയുടെ തലക്ക് മുകളിലൂടെ പറന്നുപോയ ആ കുരുവികളോടും പക്ഷികളോടും പറവകളോടും എനിക്ക് അസൂയയാണ്. Of spiders who spun their sacred web to save him from his enemies. ശത്രുക്കളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഹിറാ ഗുഹയ്ക്ക് ചുറ്റും തങ്ങളുടെ വല നെയ്ത ആ എട്ടുകാലികളോടും എനിക്ക് അസൂയയാണെന്ന രീതിയിൽ പുതിയ കവിതകളും വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതിനെ കേട്ടതിനെ അള്ളാഹു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹമായി സ്വീകരിക്കുമാറാകട്ടെ. നബിയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം, നബിയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം, ഇഷ്കിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സമയം ചെലവഴിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.